അരനൂറ്റാണ്ട് മുമ്പ് വയനാടൻ കാടുകളിൽ ആളിപ്പടർന്ന നക്സൽ പടപ്പുറപ്പാടിന്റെ കാട്ടുതീയിൽ കത്തിയമർന്നൊരു കാൽപ്പനിക സ്വപ്നം മാത്രമല്ല സഖാവ് അരീക്കാട്ട് വർഗീസ്. കേരളം ഇടിമുഴക്കം പോലെ കേട്ടൊരു ജീവിതവും മരണവും മരണത്തെപ്പോലും വിസ്മയിപ്പിച്ച പോർവീര്യത്തിന്റെ കൊടിയടയാളവും മാത്രമായിരുന്നില്ല സഖാവ് വർഗീസ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം കാലം പുളകം കൊണ്ടും പശ്ചാത്തപിച്ചും മാത്രം പാടി നടക്കേണ്ടുന്ന ഒറ്റ മനുഷ്യരുടെ ചോരത്തിളപ്പുമല്ല സഖാവ് വർഗീസ്. അതൊന്നുമായിരുന്നില്ല സഖാവ് വർഗീസ്. പിന്നെ ആരാണ് അയാൾ? വയനാട് വെള്ളമുണ്ട ഒഴുക്കൻ മൂലയിലെ അയാൾ പുറപ്പെട്ടു പോയ അരീക്കാട് വീട്ടിലേക്ക് ഇങ്ങനെ എത്ര വട്ടം വഴി നടന്നാലും നമുക്ക് തൃപ്തിയുള്ളൊരു ഉത്തരം കിട്ടണമെന്നില്ല. പുകൾപെറ്റ ചരിത്ര പുസ്തകങ്ങൾ എത്ര ആവർത്തി മറിച്ചു നോക്കിയാലും. പക്ഷെ ആരോ ആയിരുന്നു അയാൾ, നമുക്കല്ല. ആയിരത്താണ്ടുകൾ പഴക്കമുള്ള അടിമത്തത്തിൻ്റെ മുഖംപേറിയ വയനാട്ടിലെ ആദിവാസി സമൂഹങ്ങളിലെ അടിയന്മാർക്ക് അവരുടെ പിൻതലമുറ ഇന്ന് ചുരുക്കം അളവിലെങ്കിലും അനുഭവിക്കുന്ന അവകാശ അധികാരങ്ങളിൽ എവിടെയോ ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട് ആ നാമധേയം. 56 വർഷം മുമ്പ് പോലീസ് കണ്ണുകെട്ടി മലമടക്കുകളിൽ കൊണ്ടുപോയി വെടിവെച്ചിട്ട ആ 31കാരൻ്റെ ചിതറിയ ചോരപ്പൂക്കളെ പോലുള്ള ജീവചരിത്രത്തിന് ഇന്നും ആധുനിക കേരള ചരിത്രത്തെ പിടിച്ചുകുലിക്കാനുള്ള കരുത്തുണ്ട്. മലയാളിയുടെ മനസ്സിൽ ഒരിക്കലും അണയാത്തൊരു തീക്കനലാണ് സഖാവ് വർഗീസ്. ആ ശവക്കല്ലറയും കുടീരവും എത്ര തന്നെ മറവിയുടെ കരിയിലകളാൽ മൂടിയാലും ഓർമ്മയുടെ ഒരു തീപ്പൊരി മതി അതൊരു കാട്ടുതീയാവാൻ. അരനൂറ്റാണ്ട് മുമ്പത്തെ രണസ്മരണകൾ അപ്പോൾ കടൽ പോലെ ഇരമ്പി വരും. വയനാടൻ മലകളിൽ വസന്തത്തിന്റെ ഇടിമുഴക്കങ്ങൾ സൃഷ്ടിച്ച ഇതിഹാസ ജീവിതത്തിന്റെ തെളിവുകൾ തേടിപ്പോകുന്നവർക്ക് ഒരു അക്ഷയ ഖനി തന്നെയായിരുന്നു ഏറെക്കാലം സഖാവ് വർഗീസിന്റെ അരീക്കാട് വീട്. വർഗീസിനെ പോലെ ഭൂമിയോട് ഒട്ടിച്ചേർന്ന ഒരാൾക്ക് ചേർന്ന വിനീതമായ ഭവനം. വർഗീസ് പുറപ്പെട്ടു പോയ കാലത്തേതുപോലെ തന്നെ ഒരു മാറ്റവുമില്ല, കാലത്തിൻ്റെ ജരാനരകളല്ലാതെ. അതിനടുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ അരീക്കാട് തോമസിൻ്റെയും ജോസഫിൻ്റെയും വീട്. ജോസഫ് ചേട്ടന് അല്പം കേൾവി തകരാറുണ്ട്. അതുകൊണ്ട് തോമസ് ചേട്ടൻ ജോസഫ് ചേട്ടൻ്റെ കൂടി നാവായി കൊച്ചണ്ണനെക്കുറിച്ച് വാചാലനായി. ശ്വാസം മുട്ടലിൻ്റെ വയ്യായികൾക്കിടയിലൂടെ കിതച്ചെത്തിയ ആ വാക്കുകൾക്ക് വെളിച്ചം കാണാൻ ഭാഗ്യമുണ്ടായത് ഇപ്പോഴാണ്. അരീക്കാട്ട് തോമസ് മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. 50-51 കാലം 5 വയസ്സ് വരെ അവിടെ നാട്ടിൽ അവിടെ നിലത്തെഴുത്ത് പഠിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ അതിന് മുമ്പ് നാട്ടിൽ പഠിച്ചെങ്കിലും ഇവിടെ 5ാം ക്ലാസ് മുതലാണ് ഇവിടെ തുടങ്ങുന്നത്. 1 വർഷം ഇവിടെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അപ്പൻഡിക്സിൻ്റെ രോഗം ഉണ്ടായിരുന്നു, വയറുവേദന. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അങ്ങയുടെ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകൻ ജോസഫ് വൈദ്യർ മാനന്തവാടിയിൽ വൈദ്യശാല നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങേര് പറഞ്ഞു, എന്നാൽ വർഗീച്ചനെ വിളിക്കാം. വർഗീച്ചനെ എൻ്റെ കൂടെ വിടുക. അപ്പോൾ ഞാൻ അവന് വൈദ്യശാലയിൽ നിർത്തിക്കൊണ്ട് അവൻ്റെ വയറ്റുവേദനയ്ക്കുള്ള മരുന്നും കൊടുത്ത് അവനെ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് 52 ഉത്തരനെ മാനന്തവാടിക്ക് കൊണ്ടുപോകുന്നത്. മാനന്തവാടി വൈദ്യശാലയിൽ താമസിക്കുന്നു, അവിടെ പഠിക്കുന്നു. അങ്ങനെ 59 വരെ അവിടെ പഠിക്കുന്നു. 50കളുടെ ആദ്യം മൂവാറ്റുപുഴയിൽ നിന്ന് വയനാട്ടിലേക്ക് ചുരം കയറി എത്തിയവരാണ് സഖാവ് വർഗീസിന്റെ കുടുംബം. എസ്.കെ. പൊറ്റക്കാട് വിഖ്യാതമായ സാമൂഹ്യ നോവൽ വിഷകന്യകയിൽ പ്രതിപാദിക്കുന്ന വയനാടൻ കുടിയേറ്റത്തിൻ്റെ തുടർച്ചയായിരിക്കണം അത്. മലയോടും മലമ്പനിയോടും മലമൃഗങ്ങളോടും പൊരുതി മണ്ണിൽ പൊന്നുവിളയിച്ച ആ ജീവിത സമരത്തിലെ കർഷക നായകൻ വർക്കി തൻ്റെ മൂത്ത മകനെയും വിളിച്ചത് വർക്കി എന്ന് തന്നെയായിരുന്നു. വർക്കിച്ചൻ എന്ന വർഗീസ്. ഒരു കർഷക കുടുംബത്തിലെ ഒരു ബുദ്ധിമുട്ടും അറിയാത്ത ജീവിത സാഹചര്യം, പഠനത്തിലും മിടുക്കൻ, ഒരു മധ്യവർഗ കർഷക കുടുംബത്തിൻ്റെ കൈവരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം ത്യജിച്ച് വർഗീസ് തിരഞ്ഞെടുത്തത് എന്നാൽ മറ്റൊരു തീപ്പാതയായിരുന്നു.
അതിജീവനത്തിനായി മണ്ണിനോട് മല്ലിട്ട് പൊരുതി വീണ കുടിയേറ്റ കർഷകരുടെ രക്തത്തിൽ പിറന്നവൻ അവരിലും എത്രയോ താഴ്ന്ന അടിമവംശത്തിൻ്റെ മുഴുവൻ മോചനത്തിനായി വീണ്ടും ഒരു മല കയറുന്നതാണ് അക്ഷരാർത്ഥത്തിൽ സഖാവ് വർഗീസിന്റെ ജീവിതകഥ. വെള്ളമുണ്ടയിൽ നിന്ന് 10 മൈൽ അകലെയുള്ള മാനന്തവാടിയിൽ അമ്മാവൻ ജോസഫ് വൈദ്യന്റെ വീട്ടിൽ വെച്ചായിരുന്നു വർഗീസിന്റെ ഹൈസ്കൂൾ പഠനം. അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ താവളമായിരുന്നു ജോസഫ് വൈദ്യന്റെ വൈദ്യശാല. വൈദ്യശാലയിലെത്തുന്ന നേതാക്കളുടെ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നാണ് വർഗീസ് കമ്മ്യൂണിസത്തെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും കേൾക്കുന്നത്. മാനന്തവാടിയിൽ നിന്ന് 10ാം തരം പാസ്സായ വർഗീസ് ജോസഫ് വൈദ്യന്റെ ഉപദേശപ്രകാരമാണ് കണ്ണൂരിലെത്തുന്നത്. ഒന്നുകിൽ വേഗത്തിൽ ജോലി ലഭിക്കുന്നതിനായി ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക, അല്ലെങ്കിൽ ബ്രണ്ണൻ കോളേജിൽ ചേർന്ന് ഉപരിപഠനം. ഇതായിരുന്നു അമ്മാവന്റെ ഉപദേശം. കണ്ണൂരേക്ക് പോകുന്നത് 59, 60-ലാണ് കോളേജ് അല്ല, കോളേജിൽ ചേർക്കാമെന്നും പറഞ്ഞാൽ കൊണ്ടുപോയത് അവർ. ആരാ കൊണ്ടുപോയത്? EMS-ഉം AK അവരിവിടെ വന്നിട്ട് ഇവിടെ വന്ന് കൊണ്ടുപോയത്. അപ്പനോട് പറഞ്ഞ് വാക്കും മേടിച്ച് ഞങ്ങൾ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചോളാം നമ്മൾ കൊണ്ടുപോയത്. അങ്ങനെ കണ്ണൂരേക്ക് കൊണ്ടുപോയി. അങ്ങനെ കണ്ണൂരേക്ക്. അപ്പോൾ ഞങ്ങളത് വിചാരിച്ചു, ശരിയായിരുന്നു. പക്ഷേ അത് അങ്ങനെ പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നത്. നേരെ കണ്ണൂർ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവിടെ പാർട്ടി ഓഫീസിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ട് അവിടെ നിയമിച്ചു. അപ്പോൾ പഠിത്തം പിന്നെ ബ്രണ്ണൻ കോളേജിലല്ല, പിന്നെ ഈ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിച്ചു. ബ്രണ്ണൻ കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് അന്നേരം അവിടുത്തെ പാർട്ടിപരമായിട്ട് ഇങ്ങനെ നല്ല ഓഫീസിന് ചുമതല നൽകി. അപ്പോൾ അവിടെ ഒരു പ്രസ് ഉണ്ടായിരുന്നു. ആ പ്രസ്സിൽ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പിന്നെ ഈ ടൈപ്പ് റൈറ്റിങ് ഷോർട്ട് ഹാൻഡ് വൈകാട്ടാക്കി പഠിച്ച് പാസ്സായി. അങ്ങനെ അവിടെ ടൈപ്പ് ചെയ്യാറുള്ള സംവിധാനം ഓഫീസിൽ. കണ്ണൂർ അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെയും ഈറ്റില്ലവും പോറ്റില്ലവുമായിരുന്നു. വർഗീസും ആ പോർക്കടലിലെ ഒരു തുള്ളിയായി. ആകർഷണീയമായ പെരുമാറ്റം കൊണ്ട് വർഗീസ് അതിവേഗം കണ്ണൂർ നേതാക്കളുടെ ഉറ്റ തോഴനായി. MV രാഘവൻ അക്കാലത്ത് വർഗീസിന്റെ ചങ്ങാതിമാരിൽ ഒരാളായിരുന്നു. AKG ആണ് വർഗീസിനെ കണ്ണൂർ പാർട്ടി ഓഫീസിന്റെ ചുമതലക്കാരനാക്കിയത്. 50കളിൽ വയനാട്ടിൽ കർഷക തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അനുഭവ പരിചയമാണ് AKGയെ ഈ മാനന്തവാടിക്കാരനിലേക്ക് അടുപ്പിച്ചത്. വർഗീസിന്റെ നേതൃപാടവത്തിൽ AKGക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ 64 ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണൂരേക്ക് പോയി. ഞാൻ 7ാം ക്ലാസ് പാസ്സായി. ഇവിടുന്ന് 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിയായ ആഗ്രഹം ഡ്രൈവിംഗ് പഠിക്കാൻ. കണ്ടു അവിടെ. അതെ, അപ്പോൾ ജ്യേഷ്ഠനാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഇവിടെയൊന്നും എന്നാ ഡ്രൈവിംഗ് സ്കൂളില്ല, കണ്ണൂരേ ഉള്ളൂ. അങ്ങനെ 64 ജനുവരിയിൽ ഞാൻ കണ്ണൂരേക്ക് പോന്നു. 60 ജ്യേഷ്ഠൻ കണ്ണൂരെത്തി, ഞാൻ 64 ചെല്ലുന്നു. അപ്പോൾ ഞാൻ ഈ ഓഫീസിൻ്റെ കെട്ടിടത്തിലെ മുറിയിൽ താമസിച്ചുകൊണ്ടാണ് അവിടെ ഈ ഡ്രൈവിംഗ് പഠിക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പാർട്ടി ഓഫീസ്. അതെ. അപ്പോൾ ഞാനത് മാർച്ച് ഏപ്രിൽ വരെ ഉണ്ടായിരുന്നു. ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത് ഞാൻ തിരിച്ചു പോരുന്നു. അപ്പോൾ അന്നേരം കൊച്ചേട്ടൻ അവിടെ തന്നെ. പിന്നീട് MVR ആണ് ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അല്ലേ, വയനാട്ടിലേക്ക്? പാർട്ടി MVR മാത്രമല്ല, എല്ലാവരും കൂടെ ഉള്ള അന്നത്തെ പാർട്ടിയാണ് ഇദ്ദേഹത്തെ വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥി വന്ന് ഇലക്ഷന് വേണ്ടി 67. അപ്പോൾ 66 ഇവിടെ വന്ന് അപ്പൻഡിക്സിൻ്റെ ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. അത് അവിടുന്ന് കണ്ണൂരിൽ നിന്ന് നടത്തി. അപ്പോൾ വിശ്രമത്തിനും ആയിട്ട് 66 കൊണ്ടുപോകുന്നു. അപ്പോൾ അന്നേരമാണ് 67 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൽ വർഗീസിനെ ഇവിടെ തെരഞ്ഞെടുപ്പിനായിട്ട് നിയോഗിക്കുന്നു. KK അണ്ണനാണ് സ്ഥാനാർത്ഥി, CPIൻ്റെ. അപ്പോൾ 67 ജൂണിലോ മറ്റാണെന്ന് തോന്നുന്നത്, ഇപ്പോൾ ഇത്ര കൃത്യമല്ല. ജൂണിൽ എന്നാ ജൂണിൽ മന്ത്രിസഭ രൂപീകരിച്ചു, തെരഞ്ഞെടുപ്പ് ജയിച്ചു, EMS മുഖ്യമന്ത്രി. അപ്പോൾ അങ്ങനെയാണ് കൊച്ചേട്ടൻ സജീവമായിട്ട് പിന്നെ വയനാട്ടിൽ പിന്നെ നിൽക്കുന്നത്. പിന്നെ കണ്ണൂരേക്ക് പോയില്ല.
ആദിവാസികളുടെയും പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെയും സമരങ്ങളിലൂടെ വർഗീസ് ജ്വലിച്ചു നിന്ന കാലത്ത് പാവങ്ങളുടെ പടത്തലവനും വർഗീസിന്റെ ആരാധകനായി പോയെന്ന് പറയുന്നവരുണ്ട്. സമരങ്ങളിൽ നിന്ന് സമരങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന സത്യസന്ധമായൊരു സമരജീവിതമായിരുന്നല്ലോ AKG. 60കളുടെ ഒടുവിൽ പൊട്ടിപ്പുറപ്പെട്ട നക്സൽ കലാപത്തിലേക്ക് AKGയും എടുത്തു ചാടിയേക്കുമോ എന്ന് ചില പാർട്ടി നേതാക്കളെങ്കിലും ഭയപ്പെട്ടിരുന്നു. EMSനെ പോലുള്ളവരുടെ കുശാഗ്രബുദ്ധി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നതെന്നും ചില രാഷ്ട്രീയ ചരിത്രകാരന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യമറിയില്ല. കേരളത്തിന്റെ പൊതു സാമൂഹ്യ സ്ഥിതിയായിരുന്നില്ല അക്കാലത്ത് വയനാട്ടിൽ. 57 EMS സർക്കാരുടെ ജന്മിത്വം അവസാനിച്ചെന്നാണ് വിശ്വസിപ്പിച്ചതെങ്കിലും 2 EMS സർക്കാരുകൾ വന്നിട്ടും വയനാട്ടിലെ ആദിവാസികളുടെ അടിമത്വം അവസാനിച്ചിട്ടില്ല. കന്നുകാലികളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലുള്ള അടിമക്കച്ചവടത്തെ വയനാട്ടിൽ വിളിച്ചിരുന്നത് വല്ലിപ്പണി എന്നായിരുന്നു. വള്ളിയൂർക്കാവിലെ ഉത്സവത്തിനായിരുന്നു അടിമക്കരാറുകൾ പുതുക്കുകയും പുതിയ കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നത്. ഒരു കോറത്തുണിക്കും 7 സെർ നെല്ലിനും 2 ഇല ചോറിനും 5 രൂപ നിൽപ്പുപണത്തിനുമായി ആദിവാസികളിലെ അടിയന്മാർ ഒരു വർഷം മുഴുവൻ ജന്മിമാരുടെ വയലിൽ അടിമപ്പണിയെടുക്കണം. ഒരു വർഷം കഴിഞ്ഞാൽ ഉത്സവത്തിന് വീണ്ടും അടിമക്കരാർ പുതുക്കും. അതിൽ നിന്ന് മോചനമില്ല. അടിയാൻ കുടുംബം ജന്മിയുടെ വയലോരത്ത് കുടിൽ കെട്ടി പാർക്കണം. പക്ഷേ ആ ഭൂമിയിൽ അവർക്ക് അവകാശമില്ല. കൃഷിഭൂമി, കൃഷിക്കാരന് തുടങ്ങിയ മുദ്രാവാക്യങ്ങളെല്ലാം വയനാടൻ ചുരം കയറുമ്പോഴേക്കും ആവിയായി പോകുന്നതാണ് അതുവരെയുള്ള ചരിത്രം. അടിമവേല നിരോധന നിയമവും മിനിമം കൂലി നിയമവുമെല്ലാം തഥൈവ. ഏറ്റവും രസം, അക്കാലത്തെ വയനാടൻ ജന്മിമാരിൽ ചിലരൊക്കെയും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നതാണ്. 1953 നെല്ലിനു പകരം നിത്യക്കൂലി വേണമെന്ന ആവശ്യവുമായി വയനാട്ടിൽ ആദ്യമായി കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം നടന്നത്. AKGയും KA കേരളീയനുമായിരുന്നു സമരനായകർ. പിന്നീട് കുറിച്യരുടെ ഇടയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് KK അണ്ണന്റെയും PR വാര്യരുടെയും നേതൃത്വത്തിൽ കർഷക തൊഴിലാളി യൂണിയന്റെ ജാഥകളും യോഗങ്ങളും നടന്നു. അത് പ്രതീക്ഷിച്ച വിജയം കണ്ടില്ല. 1960 KK അണ്ണൻ പ്രസിഡന്റും പട്ടുവം രാഘവൻ സെക്രട്ടറിയുമായി ആദിവാസി സംഘം രൂപീകരിച്ചു. ആദിവാസികളെ ചൂഷണം ചെയ്യുന്ന ഹുണ്ടിക കച്ചവടക്കാർക്കെതിരായിരുന്നു പ്രധാനമായും ആദിവാസി സംഘം ശബ്ദിച്ചത്. പട്ടുവൻ രാഘവൻ പിന്നീട് ദേശാഭിമാനിയുടെ കണ്ണൂർ ലേഖകനായി. അദ്ദേഹമാണ് വർഗീസ് ഏറ്റുമുട്ടലിൽ മരിച്ചുവെന്ന പോലീസ് കഥയ്ക്ക് വിപരീതമായി വർഗീസിനെ പോലീസ് വെടിവെച്ചു കൊന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത്. 28 വർഷം കഴിഞ്ഞ് പിന്നീട് റിട്ടയേർഡ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തിയതെല്ലാം നമുക്ക് അന്നത്തെ പട്ടുവൻ രാഘവന്റെ റിപ്പോർട്ടിൽ വായിക്കാം. വയനാട്ടിൽ KK അണ്ണനും പട്ടുവം രാഘവന് നേതൃത്വം നൽകിയ ആദിവാസി സംഘം ദുർബലമായി. കർഷക തൊഴിലാളി യൂണിയൻ പുനഃസംഘടിപ്പിച്ച് സജീവമാക്കാൻ ആലോചിച്ചപ്പോൾ അണ്ണന്റെ മനസ്സിൽ ഉയർന്ന ആദ്യ പേര് സഖാവ് വർഗീസിൻ്റെതായിരുന്നു. വർഗീസിനെ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് തന്നെ വിട്ടുകിട്ടണമെന്ന് KK അണ്ണൻ അന്നത്തെ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി AV കുഞ്ഞമ്പുവിന് കത്തെഴുതി. അങ്ങനെ 1966 കർഷക തൊഴിലാളി യൂണിയന്റെ വടക്കേ വയനാട് താലൂക്ക് സെക്രട്ടറിയായി വർഗീസ് ചുമതലയേറ്റു. അതോടെ തിരുനെല്ലി, തൃശ്ശിലേരി ഭാഗങ്ങളിൽ കർഷക തൊഴിലാളി സമരങ്ങൾ കരുത്താർജിച്ചു. വളരെ വേഗം വർഗീസ് ആദിവാസി ഗ്രാമങ്ങൾക്ക് പ്രിയങ്കരനായി. അറുപത്തിയേഴ് അവസാനം, 68 ആദ്യം. 67 ഇങ്ങനെ ഒരു 3-4 പോക്ക് തിരുവനന്തപുരത്ത് പോയി EMSനെ കാണാൻ. അപ്പോൾ ആ കാണാനൊക്കെ പോയെങ്കിലും അത് പറഞ്ഞു, അപ്പോൾ അന്നേരം സഖാവേ നമ്മൾ ആദ്യം ഒന്നിരിക്കുക എന്നിട്ട് കാല് നീട്ടാം. ഇതാണ് ആ വാക്ക്. ആദ്യം ഒന്നിരിക്കുക എന്നിട്ട് കാല് നീട്ടാം. അപ്പോൾ എന്ന് പറയുന്നത് ആദ്യം നമ്മളിത് എല്ലാം ഒന്ന് തികയിട്ട് നമ്മൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. കാരണം ഇവിടെ എന്നെ ഇരുത്താൻ സമ്മതിക്കുന്നില്ല, എന്നെ ഇവിടെ നിൽക്കാനോ ജീവിക്കാനോ സമ്മതിക്കുന്നില്ല ഈ ആദിവാസികൾ. വാക്ക് പാലിക്കണമല്ലോ. ഈ അണ്ണനെ ജയിപ്പിക്കുന്നതിൻ്റെ വാക്ക് പാലിക്കാൻ നിർബന്ധിതനാണ് വർഗീസ്. തിരുനെല്ലി, തൃശ്ശേരി, ആനപ്പാറ ഇങ്ങനെ പ്രദേശങ്ങൾ മുഴുവനും ഈ ആദിവാസി മേഖലകൾ, ഇവിടെ വയനാട് മൊത്തം. അപ്പം നരകയാതന അനുഭവിച്ചവരായിരുന്നു അന്ന് ജന്മിമാരിൽ. ഒരു സംശയം എന്താ,
അന്ന് ഈ അടിക ചേക്കു അടികമാരെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ളൊരു ഇവരാണ് അവിടുത്തെ രാജാക്കന്മാർ. അവർ ഇത് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്, ഒരു വരമ്പ് എന്ന് പറയുന്ന പാടമില്ലേ, പാടത്തിന് നേരെ ഒരു വരമ്പിടുകയാണെന്ന് വരികിൽ ആ വരമ്പിന് ഒരു ശവം മറവ് ചെയ്യാനാണ് ആ വരമ്പിടുന്നത്. അപ്പോൾ തൊഴിലാളികളെ ആണായാലും പെണ്ണായാലും മൃഗീയമായിട്ട് മർദ്ദിക്കുന്നു, അടിച്ച് ശരിയാക്കുന്നു. ഉടനെ പിറ്റേ ദിവസം തൊഴിലാളിയോട് പറയുന്നു അവിടെ ആ വരമ്പം കിട്ടുക, അതിൻ്റെ അടിയിൽ മറവ് ചെയ്തുകള, വരമ്പം കുട്ടികൾ. ഇതാണ് അവരുടെ ചെയ്തി. അതായിരുന്നു പറഞ്ഞു കേൾക്കുന്നത് മാത്രമല്ല, അതായിരുന്നു അവിടെ ഈ അടികമാർ നടത്തിക്കൊണ്ടിരുന്നത്. അത്ര ക്രൂരമായിരുന്നു. ഇക്കാലത്താണ് ചൈനയിൽ മഹത്തായ തൊഴിലാളി വർഗ സാംസ്കാരിക വിപ്ലവവും അരങ്ങേറുന്നത്. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അത് വലിയ സൈദ്ധാന്തിക തർക്കങ്ങൾക്കും ഭിന്നിപ്പുകൾക്കും ഇടയാക്കി. ചൈനീസ് ലൈനിൽ നേതൃത്വത്തെ അടികൾ ചോദ്യം ചെയ്യുന്ന നില വന്നു. ബോംബെയിൽ നിന്നും വന്ന് കോഴിക്കോട് സ്ഥിരതാമസമാക്കി കഴിഞ്ഞിരുന്ന കുന്നിക്കൽ നാരായണനായിരുന്നു ചൈനീസ് പാതയുടെ മുഖ്യ വക്താവ്. വൈകാതെ കുന്നിക്കലിനെ പാർട്ടി പുറത്താക്കി. 1967 മാർച്ചിൽ നക്സൽബാരിയിൽ കാർഷിക കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള പീപ്പിൾസ് ഡെയിലി കലാപത്തെ പുകഴ്ത്തി ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിന്റെ ഇടിമുഴക്കമെന്ന് മുഖപ്രസംഗം എഴുതി. വിപ്ലവത്തിന്റെ അലയൊലികൾ വയനാടൻ മലകളിലുമെത്തി. തൊള്ളായിരത്തി പെരളശ്ശേരിയിൽ നടന്ന CPIM ജില്ലാ പ്ലീനം യുവാക്കളുടെ വിപ്ലവപക്ഷം കൈയടക്കി. തുടർന്ന് മാനന്തവാടി കാട്ടിക്കുളത്ത് കാന്തലോട്ട് കരുണന്റെ നേതൃത്വത്തിൽ ജില്ലാ വളണ്ടിയർ ക്യാമ്പ് നടന്നു. അതിൽ വർഗീസും പങ്കെടുത്തു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള യുവാക്കളുടെ ഒരു വളണ്ടിയർ സേന രൂപീകരിച്ചതും വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു. 1968 CPIM കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ സമരത്തിന്റെ ഭാഗമായുള്ള വയനാട്ടിലെ പട്ടിണി ജാഥയുടെ പൈലറ്റായിരുന്നു വർഗീസ്. ജാഥ ക്യാപ്റ്റൻ KK അണ്ണനും. ജാഥ സമാപിക്കുന്ന ദിവസം 14 അംഗ ജാഥാംഗങ്ങൾക്കൊപ്പം വർഗീസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കുന്നിക്കൽ നാരായണൻ ഇരുവരെയും സമീപിച്ചെങ്കിൽ വർഗീസ് മാത്രമാണ് കുന്നിക്കലിൻ്റെ പാത തിരഞ്ഞെടുത്തിരുന്നത്. വർഗീസിന് പിന്നാലെ തേറ്റമല കൃഷ്ണൻകുട്ടി, ഫിലിപ്പം പ്രസാദ്, വെള്ളത്തൂവൽ സ്റ്റീഫൻ, MN രാവുണ്ണി എന്നിവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുന്നിക്കലിൻ്റെ സംഘത്തിലെത്തി. വർഗീസിനെ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ AKG MV രാഘവനെ ചുമതലപ്പെടുത്തി. MV രാഘവന്റെ നിർബന്ധത്തിൽ കണ്ണൂരിലെത്തിയ വർഗീസിനെ കാന്തലോട്ട് കരുണൻ പോയി കണ്ടു. എന്താ വർഗീസ് വിപ്ലവം മതിയാക്കിയോ എന്ന കാന്തലോട്ടിന്റെ ചോദ്യത്തിൽ വർഗീസിന് മറുപടിയില്ലാതായി. വർഗീസ് മാനന്തവാടിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ായിരുന്നു പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ 60ഓളം ഗ്രാമങ്ങളിൽ വിപ്ലവത്തിന്റെ തീ ആളിപ്പടർന്നത്. ധനിക കർഷക യുവാവായ ചാരു മഞ്ജുംദാറായിരുന്നു കൃഷിക്കാരന് കൃഷിഭൂമി എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള നക്സൽബാരി വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം. പിന്നീട് കനൂസന്യാൽ എന്ന ബ്രാഹ്മണ യുവാവും ജംഗൽ സന്താൾ എന്ന ആദിവാസി യുവാവും ആ പ്രക്ഷോഭത്തിന്റെ മുന്നണി നേതാക്കളായി. സമ്പന്ന ഭൂവുടമകളുടെയും ജന്മിമാരുടെയും ചൂഷണത്തിനെതിരെ പട്ടിണിപ്പാവങ്ങളെയും ആദിവാസികളെയും അണിനിരത്തിയുള്ള സായുധ പോരാട്ടമായിരുന്നു ആഹ്വാനം ചെയ്യപ്പെട്ടിരുന്നത്. ഹിമാലയൻ താഴ്വര ഗ്രാമങ്ങൾ മാത്രമല്ല, കൽക്കത്ത നഗരവും പ്രക്ഷോഭത്തിന്റെ കനൽക്കട്ടയായി. വിദ്യാർത്ഥികളും യുവാക്കളും ബുദ്ധിജീവികളും തെരുവിലിറങ്ങി. കൽക്കറ്റയിലെ പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജും നക്സൽ അനുഭാവികളായ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. കോളേജ് 1 മാസത്തേക്ക് അടച്ചിടുക പോലുമുണ്ടായി. വിപ്ലവ വിദ്യാർത്ഥി നേതാക്കളുടെ നിയന്ത്രണത്തിലായി ജാദവ്പൂർ സർവകലാശാല കേന്ദ്രീകരിച്ച് പോലീസുകാരെ നേരിടാനുള്ള തോക്ക് നിർമ്മാണം പോലും വിദ്യാർത്ഥികൾ തുടങ്ങിയിരുന്നു. സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഗോപാൽ സെന്നിനെ വധിച്ചതും നക്സലൈറ്റുകളാകാമെന്ന് സംശയിക്കുന്നവരുണ്ട്. കരുണയുടെ കണിക പോലുമില്ലാത്ത അതിശക്തമായ അടിച്ചമർത്തൽ നയങ്ങളാണ് സിദ്ധാർത്ഥ് ശങ്കറയുടെ ഭരണകൂടവും നക്സലുകളുടെ നേർക്ക് കൈക്കൊണ്ടത്. വിചാരണ കൂടാതെയുള്ള തടവുകളും കണ്ണിൽ ചോരയില്ലാത്ത മർദ്ദനങ്ങളും പീഡനങ്ങളും വ്യാജേറ്റുമുട്ടലുകളും ദുരൂഹമായ മരണങ്ങളും കാണാതാവലുകളും തുടർക്കഥകളായി. വിഖ്യാത ബംഗാളി സംവിധായകൻ മൃണാൽ സെൻ അക്കാലത്തെ കൽക്കത്തയെക്കുറിച്ച് ചെയ്ത സിനിമാ പരമ്പര
ഒരു ചരിത്രരേഖയാണ്. രാജ്യമാകെ നക്സൽബാരി കാർഷിക കലാപം കാട്ടുതീ പോലെ പരന്നു. ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയുന്നുവെന്ന മാവോ സൂക്തം വൻ നഗരങ്ങളുടെ ചുവരുകളിൽ രക്തവർണ്ണത്തിൽ പതിഞ്ഞു. ചാരു മഞ്ജുംദാറിന്റെ ക്ഷണം സ്വീകരിച്ച് കുന്നിക്കലും ഫിലിപ്പും പ്രസാദും കൽക്കത്തയിലെത്തി. നാടുവാഴി വിരുദ്ധ സമരം എന്ന മഞ്ജുംദാർ ലൈനിനോട് കുന്നിക്കലിന് പ്രിയം തോന്നിയില്ല. പകരം ഭരണകൂട രൂപങ്ങളോടുള്ള സമരമായിരുന്നു കുന്നിക്കൽ ലൈൻ. കുന്നിക്കൽ ലൈനിനൊപ്പമായിരുന്നു തുടക്കത്തിൽ വർഗീസെങ്കിലും പിന്നീട് അദ്ദേഹവുമായി തെറ്റി മഞ്ജുംദാർ മാർഗത്തിലെത്തുകയായിരുന്നു. അങ്ങനെയാണ് ജന്മിമാരുടെ ഉന്മൂലനം വർഗീസിന്റെ മുഖ്യ വിപ്ലവ പദ്ധതിയായത്. നവംബർ 22 തലശ്ശേരിയിലും 24 പുൽപ്പള്ളിയിലും നടന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണം കുന്നിക്കൽ നാരായണൻ ആസൂത്രണം ചെയ്തതാണ്. തലശ്ശേരി സ്റ്റേഷൻ ആക്രമണം പാളിപ്പോയെങ്കിലും പുൽപ്പള്ളി വിജയിച്ചുവെന്നാണ് കലാപകാരികൾ കരുതിയത്. വർഗീസും തേറ്റമല കൃഷ്ണൻകുട്ടിയും ഫിലിപ്പം പ്രസാദുമായിരുന്നു പുൽപ്പള്ളി ആക്ഷന്റെ നേതാക്കൾ. സ്റ്റേഷനിലെ വയർലെസ് ഓപ്പറേറ്റർ കുഞ്ഞികൃഷ്ണൻ നായരെ കലാപകാരികൾ വെട്ടിക്കൊലപ്പെടുത്തി. നിരവധി കോൺസ്റ്റബിൾമാർക്ക് മാരകമായി പരിക്കേറ്റു. ക്രൂരനായ പുൽപ്പള്ളി SI അല്ലപ്പനെയാണ് സംഘം ലക്ഷ്യമാക്കിയതെങ്കിലും അയാളെ കിട്ടിയില്ല. പുൽപ്പള്ളി ആക്ഷൻ കഴിഞ്ഞ ശേഷം വർഗീസും സംഘവും പ്രധാന ആദിവാസി ചൂഷകരായ ചേകാടിയിലെ 2 ജന്മിമാരുടെ ഗൃഹങ്ങൾ ആക്രമിച്ചു. ജന്മിമാരെ പക്ഷെ അപായപ്പെടുത്തിയില്ല, താക്കീത് ചെയ്തു. നെല്ലും പടവും ആയുധവും കവർന്ന് തിരുനെല്ലിക്കാട്ടിലേക്ക് പോയി. പോലീസ് തിരുനെല്ലിക്കാടുകൾ വളഞ്ഞു. നക്സൽ വേട്ടയുടെ പേരിൽ ആദിവാസികളെയും പാവപ്പെട്ട കൃഷിക്കാരെയും വേട്ടയാടി. സ്ത്രീകളെയും പെൺകുട്ടികളെയും മാനഭംഗപ്പെടുത്തി. കലാപകാരികളിൽ പലരും ചിതറിപ്പോയതോടെ കാട്ടിലായവർ ഒറ്റപ്പെട്ടു. അജിതയും ഫിലിപ്പം പ്രസാദും അങ്ങനെ പോലീസിന് കീഴടങ്ങി. ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയുമെന്ന് മോഹിച്ചവർ അക്ഷരാർത്ഥത്തിൽ ഗ്രാമങ്ങളെ പോലീസ് സേന വളയുന്നതാണ് കണ്ടത്. ജന്മിമാരുടെ ക്രൂരതകളെക്കാൾ ക്രൂരമായിരുന്നു അതിനെതിരെ ശബ്ദിച്ചതിന് ആദിവാസികൾക്ക് നേർക്കുള്ള പോലീസ് ക്രൂരത. പക്ഷെ വർഗീസിനെ പിടികൂടാനായില്ല. വർഗീസിനെ ആദിവാസികൾ അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു. അപ്പോഴേക്കും അടിയാന്മാരുടെ പെരുമനായി വർഗീസ് അറിയപ്പെട്ടു കഴിഞ്ഞിരുന്നു. വർഗീസ് ആദിവാസികളോടൊപ്പം ചേർന്നുള്ള പോരാട്ടത്തിൽ നിന്ന് ഒരടി പോലും പിൻവലിഞ്ഞില്ല. പ്രത്യേകിച്ചും വല്ലിപ്പണി എന്നറിയപ്പെട്ടിരുന്ന വയനാടൻ അടിമ വ്യവസ്ഥയെ ജന്മിമാരുടെ ഗൃഹങ്ങളിൽ നേരിട്ട് ചെന്ന് വർഗീസ് തടഞ്ഞു. സത്യാഗ്രഹമിരുന്നു. അടിച്ചവരെ തിരിച്ചടിച്ചു. ഓരോ അടിമവേലക്കാരനെയും വർഗീസ് ജന്മിമാരെയും ഗുണ്ടകളെയും തിരിച്ചടിക്കാൻ പ്രാപ്തനാക്കി. അന്ന് സഖാവ് വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ തന്നെയാണ് വയനാട്ടിൽ അടിമത്തത്തിന്റെ അന്ത്യം കുറിച്ചത്. ആദിവാസികൾക്ക് നെല്ലിനു പകരം കൂലി ലഭിച്ചു. നെല്ലിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സമരം നടത്തിയപ്പോൾ ജന്മിമാർ കള്ളനാഴി കൊണ്ടളന്ന് ആദിവാസികളെ പറ്റിച്ചു. അതിനെതിരെയും വർഗീസ് സമരം നടത്തി. അങ്ങനെയാണ് ലിറ്റർ വെച്ച് നെല്ലളക്കുന്ന സമ്പ്രദായം ഉണ്ടായത്. പുരുഷന്മാർക്ക് 3 പുരുഷന്മാർക്കാണ് 3 പെണ്ണുങ്ങൾക്ക് 2. പുരുഷന്മാർക്ക് 3 മാനം. ഒരു ജനത അനുഭവിച്ച അസഹനീയമായ ചൂഷണത്തിൽ നിന്നുണ്ടായ സ്വാഭാവിക പ്രതികരണം തന്നെയായിരുന്നു ആ പ്രക്ഷോഭങ്ങളെല്ലാം. പക്ഷെ സംഭവിച്ചത് അർത്ഥശൂന്യമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളുമായി പോയി. ഭീതി കൊണ്ട് നീതിയുണ്ടാക്കുക അസാധ്യമാണല്ലോ. സംഘർഷം കൊണ്ട് സമത്വവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നക്സൽ പ്രസ്ഥാനം വർഗീസിന് ശേഷം ചിതറിപ്പോയത്. ഈ നെല്ല് കൊണ്ട് 5-8 കുട്ടികൾ ഒരു അച്ഛനും അമ്മയും ഒരു ദിവസം കഞ്ഞി കുടിക്കുമോ? ഇത് കുത്തിപ്പാറ്റില്ല എന്ത് കിട്ടും? അത് നിങ്ങൾ കണക്കിലെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമർപ്പിച്ചത്. അത് പിന്നെ വർഗീസ് എന്ത് ചെയ്ത്? വർഗീസ് 4 ലിറ്റർ ആക്കി മാറ്റി. 4 ലിറ്റർ സമരം പിന്നെ എല്ലാവരെയും പിന്നെ ഒരു കമ്മിറ്റിയായി കൂടി എല്ലാവരെയും പിന്നെ പങ്കെടുപ്പിച്ച് ഞങ്ങൾ എല്ലാം മുതലാളിമാരുടെ വീട്ടിലേക്ക് സമരത്തിന് ഞങ്ങൾ എല്ലാവരും ഇറക്കിക്കൊണ്ട് പോയത്. എന്നിട്ടാണ് ഞങ്ങൾക്ക് 3 ലിറ്റർ നെല്ലും 3 ലിറ്റർ നെല്ല് ഇല്ലെന്ന് വെറുതെ അത് ബാധിക്കണ്ട. 3 ലിറ്റർ നെല്ലാണ്. 3 ലിറ്റർ നെല്ല് 75 പൈസ പുരുഷന്മാർക്ക്. ഈ 2 ലിറ്റർ നെല്ലും 50 പൈസയും പെണ്ണുങ്ങൾ കാട്ടി. ഇത് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന വർഗീസിന്റെ തിരുനെല്ലി ആ ഭാഗത്ത് ആദിവാസികളുടെ ആദ്യത്തെ നേതൃത്വം കൊടുത്ത് വർഗീസാണ്. വിപ്ലവ സമരത്തിൽ പങ്കെടുത്ത സഹാക്കളാണ് ഇവരെല്ലാം. ചോമൂപ്പൻ,
ഗോണി, കമ്പികാട്, ചമ്പരൻ ഇവരൊക്കെ ജയിലിൽ കിടക്കുകയും അന്ന് വർഗീസിന്റെ ആ തെന്നിന്റെ സമരത്തിൽ പങ്കെടുത്ത സജീവ സഹാക്കളാണ്. കാൽ നൂറ്റാണ്ട് മുമ്പ് ഒഡേസ സത്യൻ സംവിധാനം ചെയ്ത വേട്ടയാടപ്പെട്ട മനസ്സ് എന്ന ഡോക്യുമെന്ററിയിലെ ദൃശ്യങ്ങളാണിത്. വർഗീസിന്റെ സഹപോരാളികളായ ആദിവാസികളാണിവർ. ഇവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. വർഗീസിന്റെ തിരുനെല്ലി തൃശ്ശിലേരി ആക്ഷനുകളിലൂടെയാണ് ജന്മിത്വത്തിന്റെ ക്രൂരതകൾക്ക് വയനാട്ടിൽ താൽക്കാലിക ശമനമുണ്ടായത്. ആദിവാസികൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും അവകാശ സമരങ്ങളെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയതുപോലും വർഗീസിന് ശേഷമാണ്. വർഗീസിനെ പിടികൂടാൻ പോലീസ് വാഹനങ്ങൾക്ക് ഉരുളേണ്ടതുകൊണ്ടാണ് വയനാടൻ ഗ്രാമങ്ങളിൽ റോഡുകൾ ഉണ്ടായത്. പോലീസ് സ്റ്റേഷനുകളിൽ വെളിച്ചം വേണ്ടതുകൊണ്ടാണ് ആദിവാസി ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിയത്. അങ്ങനെ ആകെ കൂടി പറഞ്ഞാൽ വർഗീസിനെ കൊണ്ട് വയനാട്ടിലുണ്ടായ മാറ്റങ്ങൾക്ക് കണക്കില്ല. വയനാട്ടിലെ ആദിവാസികളെ രാഷ്ട്രീയവൽക്കരിച്ച പുരാവൃത്ത സമാനമായൊരു പ്രതീകമാണ് സഖാവ് വർഗീസ്. ഒരു വർഗീസ് സംഭവിക്കുമോ എന്ന ആധി അരനൂറ്റാണ്ടിന് ശേഷവും അധികാരികളെ അലട്ടുന്നുണ്ട്. അതിൻ്റെ മുൻകരുതലുകളാണ് പിൽക്കാലത്തുണ്ടായ സകല ആദിവാസി പീഡനങ്ങൾ. സായുധ വിപ്ലവത്തിലൂടെ അധസ്ഥിത മോചനം സ്വപ്നം കണ്ട വർഗീസിന്റെ പ്രസ്ഥാനം തലശ്ശേരി പുൽപ്പള്ളി സംഭവങ്ങളെ തുടർന്ന് ശിഥിലമായി തുടങ്ങി. വർഗീസും ഏതാനും ആദിവാസി സഖാക്കളും മാത്രം ബാക്കിയായി. ആദിവാസികളായി ചോമൻ മൂപ്പൻ, ഭട്ടി, ചമ്മരൻ, കൊറിയൻ, കരിയൻ, കട്ടകാളൻ, ഗോണി എന്നിവർക്കൊപ്പമാണ് വർഗീസ് 1970 ഫെബ്രുവരിയിലെ തിരുനെല്ലി തൃശ്ശിലേരി ആക്ഷനുകൾ നയിച്ചത്. ആ കലാപത്തിൽ വാസുദേവ അടിക എന്ന ജന്മിയും പോലീസ് ചാരനെന്ന് സംശയിച്ചിരുന്ന ചേക്കു എന്ന ഗുണ്ടിക പിരിവുകാരനും കൊല്ലപ്പെട്ടു. അതോടെ പോലീസ് ആദിവാസി ഗ്രാമങ്ങളെ തുടച്ചു നീക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങി. പലരും അറസ്റ്റിലായി. പീഡനങ്ങൾ ഭയന്നവർ വിദൂര ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്തു. അപ്പോൾ അന്ന് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബവും എല്ലാവരും ഭയങ്കരമായ ഞെട്ടലിലും നിങ്ങളെല്ലാവരും പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. പോലീസ് പലതവണ വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ ഉണ്ടോ? എന്താണ് അന്നത്തെ ഒരു പോലീസ് ആ അവസരങ്ങളിലൊന്നും പോലീസ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ അന്വേഷണത്തിന് വർഗീസ് ഇവിടെ ഒളിവിലാണല്ലോ. ഒളിവിലുള്ള കാലങ്ങളിലാണ് ഇവിടെ വരുന്നത്, അല്ലാതെ വരുന്നില്ല. ഒളിവിൽ വരുമ്പോൾ ഏതാണ്ട് മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 5-6 പ്രാവശ്യമൊക്കെ വരും. ഇവിടെ മാനന്തവാടി നിന്നും വെള്ളമുണ്ട സ്റ്റേഷനിൽ നിന്നൊക്കെ ആയിട്ടൊക്കെ വന്ന് ഒരു അന്വേഷണം രാത്രിയിലൊക്കെ വന്ന് അന്വേഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. CRPFന്റെയും MSPയുടെയും തോക്കിൻ മുനയിൽ നിന്ന് വർഗീസിന്റെ സഖാക്കളായ ആദിവാസികൾക്ക് അനങ്ങാൻ വയ്യാതായി. വർഗീസ് കൂട്ടം തെറ്റി കാട്ടിലൊറ്റപ്പെട്ടു. പക്ഷെ അവസാനം വരെയും ഒരു ആദിവാസിയെങ്കിലും സംരക്ഷിക്കാനെത്തുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിരന്തരമായ അലച്ചിലും വിശപ്പും ക്ഷീണവും വർഗീസിനെയും കാടിറക്കി. നരിനിരങ്ങിമലയുടെ താഴ്വരയിലെ സുഹൃത്ത് ശിവരാമൻ നായരുടെ കുടിലിലേക്കാണ് വർഗീസ് എത്തിയത്. അവിടെ വിശ്രമിച്ച് മാനന്തവാടിയിലേക്കും അവിടെ നിന്ന് കൽക്കത്തയിലേക്ക് പോയി ചാരു മഞ്ജുന്ദാറിനെ കാണാനുമായിരുന്നു വർഗീസിന്റെ പദ്ധതി. ശിവരാമൻ നായർ വാതിൽ പുറത്തു നിന്ന് പൂട്ടി സംഭവം സുഹൃത്ത് ശ്രീധരൻ നായരോട് പറഞ്ഞെന്നും, അല്ല ശിവരാമൻ നായരുടെ ഭാര്യയായ ആദിവാസി സ്ത്രീ ജോലി ചെയ്യാൻ പോയപ്പോൾ അവിടെയുള്ളവരോട് പറഞ്ഞു എന്നെല്ലാം പറയുന്നവരുണ്ട്. എന്തായാലും വർഗീസിന് വേണ്ടി വലവിരിച്ചു കിടന്ന CRPF മിന്നൽ വേഗത്തിൽ ശിവരാമൻ നായരുടെ വീട് വളഞ്ഞു. കതക് തുറക്കാനുള്ള ആജ്ഞ കേട്ടതോടെ വർഗീസിന് കാര്യം പിടികിട്ടി. അദ്ദേഹം ഉള്ളിൽ നിന്ന് ശാന്തനായി പറഞ്ഞു, നീ എന്നെ ചതിച്ചു അല്ലടോ ശിവരാമ. വർഗീസിന് ഒറ്റ കൊടുത്ത ശിവരാമൻ നായരുടെ വീട് ഇവിടെ ആയിരുന്നില്ലേ? പൊളിഞ്ഞുപോയി. ശിവരാമനാറിന്റെ വീട് ഇത് പൊളിഞ്ഞുപോയി. കതക് തള്ളിത്തുറന്ന് അകത്തു വന്ന പോലീസ് സംഘം ആദ്യമൊന്ന് അമ്പരന്നു. കാരണം അവർ വർഗീസിനെ കുറിച്ച് കേട്ടറിഞ്ഞ ഭീകര രൂപമേ അല്ല അത്. പകരം കാക്കി ട്രൗസറും വെള്ള ബനിയനുമായി മന്ദഹസിച്ചു നിൽക്കുന്ന സുമുഖനായൊരു ചെറുപ്പക്കാരൻ. അത് ശരിയായ വർഗീസ് തന്നെയോ? അവർ ആ യുവാവിൻ്റെ കൈയും കണ്ണും മൂടിക്കെട്ടി വർഗീസാണോ എന്ന് ഉറപ്പിക്കാൻ കൊല്ലപ്പെട്ട ചേക്കുവിൻ്റെ വീട്ടിലെത്തി. ചേക്കുവിൻ്റെ ഭാര്യ വർഗീസിനെ തിരിച്ചറിഞ്ഞതോടെ വാർത്ത നാട് മുഴുവൻ പരന്നു. വർഗീസിനെയും കൊണ്ട് CRPF മാനന്തവാടി ക്യാമ്പിലേക്ക് പറക്കുമ്പോൾ എതിരെ DYSP ലക്ഷ്മണയും സംഘവും എത്തി. അവർ ജീപ്പ് തിരുനെല്ലിയിലേക്ക് വിടാൻ ആജ്ഞാപിച്ചു. അപകടം മണത്ത വർഗീസ്
തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അപ്പോൾ തന്നെ ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞിരുന്നു അത്രേ. അതുപോലെ തന്നെ സംഭവിച്ചു. 1970 ഫെബ്രുവരി 18 വൈകിട്ട് തിരുനെല്ലിക്കാട്ടിലെ പാറയിടുക്കിൽ വെച്ച് വർഗീസിനെ പോലീസ് വെടിവെച്ചു കൊന്നു. എന്നിട്ടൊരു നാടൻ തോക്ക് മൃതദേഹത്തിൻ്റെ കയ്യിൽ തിരികെ വെച്ചു. വർഗീസ് ഏറ്റുമുട്ടലിൽ മരിച്ചെന്ന കഥയുണ്ടാക്കി. തലേ ദിവസം പത്രങ്ങൾ ഒന്നാകെ ആ കഥയുടെ അച്ചുനിരത്തി. ദേശാഭിമാനി ലേഖകനും വർഗീസിന്റെ സുഹൃത്തുമായിരുന്ന പട്ടുവം രാഘവൻ മാത്രം സ്വന്തം ബൈലിനിൽ വർഗീസിനെ വെടിവെച്ചു കൊന്നുവെന്ന് എഴുതി. വർഷങ്ങൾക്ക് ശേഷം വർഗീസിനെ വെടിവെച്ച പോലീസുകാരൻ രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തലുമായി പുറത്തുവരും വരെ ആരും ആ വാർത്ത വിശ്വസിച്ചില്ല. ചാരു മഞ്ചുംദാറിന്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ലിബറേഷൻ എന്ന ഇംഗ്ലീഷ് മുഖപത്രം പോലും എഴുതിയത് പോലീസുമായുള്ള ഏറ്റുമുട്ടലും സുദീർഘമായ ചെറുത്തുനിൽപ്പിനും ശേഷം വർഗീസ് മരിച്ചു വീണു എന്നായിരുന്നു. അവരുടെ കാൽപ്പനിക ഭാവനയിൽ ഒരു വിപ്ലവകാരി അങ്ങനെയാണല്ലോ മരിക്കേണ്ടത്. അനുയായികൾക്ക് ആവേശമുണ്ടാക്കുക ആ വാർത്തയാണല്ലോ. വർഗീസ് കൊല്ലപ്പെട്ടത് പോലീസ് ഏറ്റുമുട്ടലിലൂടെയാണെന്ന് സ്ഥാപിക്കാൻ അന്നത്തെ സംസ്ഥാന ആഭ്യന്തര വകുപ്പും സമർത്ഥമായി ഉയർത്തിപ്പിടിച്ചത് ആ വാർത്തയായിരുന്നു. 1998 റിട്ടയർഡ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ വർഗീസിന്റെ അന്ത്യം പ്രതിപാദിച്ച് ദീർഘമായ ഒരു കത്തെഴുതി പ്രസിദ്ധീകരിച്ചത്. സഖാവ് വർഗീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതല്ലെന്നും മേലുദ്യോഗസ്ഥരുടെ ആജ്ഞപ്രകാരം താനാണ് കൃത്യം ചെയ്തതെന്നുമായിരുന്നു കത്തിലെ വെളിപ്പെടുത്തൽ. അതോടെ പോലീസിന്റെ ഏറ്റുമുട്ടൽ കഥ പൊളിഞ്ഞ് കേസ് വീണ്ടും പൊതുസമൂഹത്തിന്റെ ചർച്ചയിലേക്ക് വന്നു. ഭരണകൂട ഭീകരതയുടെ ഇരയായി വർഗീസും വർഗീസിനെ വെടിവെച്ച രാമചന്ദ്രൻ നായരും ഒരുപോലെ വിശേഷിപ്പിക്കപ്പെട്ടു. രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ വന്നയുടനെ അദ്ദേഹത്തെ പിന്തുടർന്നു പോയ ഒഡേസ സത്യൻ ഒട്ടും അതിശയോക്തിയില്ലാതെ ആ സംഭവം രാമചന്ദ്രൻ നായരെ വെച്ച് തന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ പുനരാവിഷ്കരിച്ചു. വേട്ടയാടപ്പെട്ട മനസ്സ് എന്ന ആ ഡോക്യുമെന്ററിയും അതിൽ താനായി തന്നെ അഭിനയിച്ച രാമചന്ദ്രൻ നായരും സംവിധായകൻ ഒഡേസ സത്യനും ഓർമ്മയായെങ്കിലും ഇന്നും മലയാളി മനസ്സിനെ ആ ദൃശ്യം വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. പേര് രാമചന്ദ്രൻ, നമ്മളെ സഖാവിനെ വെടിവെച്ച ഒന്ന നൃത്യാണ്. സഖാവ് വർഗീസ് താൻ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിൽ എത്രമാത്രം അചഞ്ചലനാണെന്നും എത്രമാത്രം അധസ്ഥിത ജനതയോട് കൂറുള്ളവനും സത്യസന്ധനും ധീരനുമാണെന്ന് മലയാളി അറിഞ്ഞത് രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലിലൂടെയായിരുന്നു. വർഗീസ് ആദിവാസികളിൽ ആത്മബോധത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും വിത്തെറിഞ്ഞു. അത് മരമായി വളർന്നതാണ് ഇന്നത്തെ അവകാശബോധമുള്ള ഓരോ ആദിവാസിയുടെയും ജീവിതം. 83 രാമചന്ദ്രൻ നായർ റിട്ടയർഡായി. എനിക്ക് എൻ്റെ അറിവാണ്, ചിലപ്പോൾ തെറ്റാം. 83 റിട്ടയർഡായതിനു ശേഷമാണ് നമ്മുടെ ഗ്രോവാസുമായിട്ട് നേരത്തെ അറിയാമായിരുന്നു. അവർ തമ്മിൽ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഈ ഗ്രോവാസുവിനോട് നേരത്തെ പറഞ്ഞിരുന്നു. ഗ്രോവാസുവിന് കത്തും കൊടുത്തു, ഇങ്ങനെ എഴുതിയ കത്ത്. അപ്പോൾ അത് പ്രകാരമാണ് പിന്നെ ഗ്രോവാസുമായിട്ടാണ് ഞങ്ങൾ 98 ഇത് പരസ്യപ്പെടുത്തുന്നത്, കത്ത്. അപ്പോൾ ആ കത്തിൻ്റെ പരസ്യപ്പെടുത്തലും ഞങ്ങളെ വന്ന് കാണുകയും ഇതൊക്കെ ചെയ്തപ്പോഴേ അപ്പോൾ പിന്നെ അദ്ദേഹത്തോട് വലിയൊരു ബഹുമാനമാണ് തോന്നിയത്. കാരണം ഇങ്ങനെയൊക്കെ അദ്ദേഹം വെടിവെച്ച് പിന്നെ ജ്യേഷ്ഠനെ മരിച്ചുവെങ്കിലും പക്ഷേ ഈ വെളിപ്പെടുത്തൽ നമ്മൾക്ക് വലിയൊരു സന്തോഷം ഉണ്ടായി. ഫെബ്രുവരി 18 വർഗീസിനെയും പിടികൂടി അതീവ രഹസ്യമായി തിരുനെല്ലിയിലൂടെ സഞ്ചരിച്ചതിൻ്റെ എല്ലാ വിവരങ്ങളും റിട്ടയേർഡ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിരുനെല്ലിയിലെത്തിയ വർഗീസിനെ ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ സഹായിക്കുന്നത് രാമചന്ദ്രൻ നായരാണ്. കൈകൾ പിന്നിൽ കെട്ടി അദ്ദേഹത്തിന് ചോറുവാരി നൽകിയതും ആ പോലീസുകാരനാണ്. ഭക്ഷണത്തിന് ശേഷം അദ്ദേഹം വർഗീസിൻ്റെ ചുണ്ടിൽ ബീഡി കത്തിച്ചു വെച്ച് വലിക്കാൻ കൊടുത്തു. അപ്പോഴാണ് വർഗീസ് രാമചന്ദ്രൻ നായരോട് ഇങ്ങനെ പറഞ്ഞത്: സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്നെ കൊല്ലും. പക്ഷെ കൊല്ലുന്നതിന് മുമ്പായി നിങ്ങൾ ചെറിയൊരു സൂചന തരണം. മറ്റൊന്നിനുമല്ല, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മുദ്രാവാക്യം പിടിക്കണം. തിരുനെല്ലിയിലെ കാട്ടിൽ DIGയും DYSPയും ചേർന്ന് വർഗീസിനെ ചോദ്യം ചെയ്തു.
മുഴുവൻ ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം വർഗീസ് സ്വമേധയാ ഏറ്റെടുത്തത് പോലീസുകാർക്ക് അത്ഭുതമായിരുന്നു. പക്ഷെ കൂടെയുണ്ടായിരുന്ന ഒരാളുടെ പേര് പോലും അദ്ദേഹം പറഞ്ഞില്ല. കൂടുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വർഗീസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്നെ കൊല്ലാനാണ് പോകുന്നതെന്ന് എനിക്കും അറിയാം. അതോടെ ലക്ഷ്മണ ചോദ്യം ചെയ്യൽ നിർത്തി. രാമചന്ദ്രൻ നായർ, റപ്പായി, ശ്രീധരൻ, ഹനീഫ എന്നീ 4 കോൺസ്റ്റബിൾമാരെ മാറ്റി നിർത്തി അവരോട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇയാളെ വെടിവെക്കുക? ലക്ഷ്മണ ചോദ്യം ഒന്നുകൂടി കനപ്പെടുത്തിയപ്പോൾ രാമചന്ദ്രൻ നായർ ഒഴികെ മറ്റു 3 പേരും കൈപൊക്കി. കലിപൂണ്ട ലക്ഷ്മണ രാമചന്ദ്രൻ നായരോട് ചീറി, നിനക്കെന്താ പറ്റില്ലേ? എന്നാൽ നീ തന്നെ അത് ചെയ്യണം. ഇല്ലെങ്കിൽ നക്സലൈറ്റ് ആക്രമണത്തിൽ ഒരു പോലീസുകാരൻ കൂടി കൊല്ലപ്പെട്ടുവെന്ന് കരുതും. വർഗീസിനെതിരെ വെടിവെച്ചില്ലെങ്കിൽ കൂടെയുള്ളവരിൽ ഒരാളുടെ തോക്ക് തൻ്റെ നേർക്കും നീളാമെന്ന് രാമചന്ദ്രൻ നായർ ഉറപ്പിച്ചു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും ഈ നരാധവന്മാർ വർഗീസിൻ്റെ തലയിൽ ഇട്ടുകൊടുക്കും. ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റതുപോലെ രാമചന്ദ്രൻ നായർ പറഞ്ഞു, ഞാൻ ചെയ്യാം. അപ്പോൾ ഈ അന്ന് തോന്നിയത് ഈ സത്യം വെളിച്ചത്ത് വരിക എന്നുള്ള ഒരു ദൗത്യം ഉണ്ടായിരുന്നു. അത് ഒപ്പം തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അന്ന് ഇയാൾ പറയേണ്ടതില്ല എന്നൊക്കെ. ഇത്രയും കാലം കഴിഞ്ഞ് അതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അല്ല, ഞങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടായി, വാക്ക് തർക്കങ്ങളുണ്ടായി. പക്ഷെ അങ്ങേര് പറയുന്നത് എൻ്റെ ജീവിതവും സുരക്ഷിതമായിരിക്കണം. അങ്ങേര് പറഞ്ഞതാണ്, എനിക്ക് അന്ന് 72 മുതൽ എനിക്കിത് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ വളരെ ശോചനീയാവസ്ഥയായിരുന്നു എൻ്റെ കുടുംബജീവിതം. സാമ്പത്തികമായിട്ടൊന്നുമില്ലാതെ എൻ്റെ ശമ്പളമായിട്ട് ഉള്ള മാത്രമേ അങ്ങേർക്ക് അന്ന് ഇതുള്ളൂ. അപ്പോൾ പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ലല്ലോ, ഇത് വെളിപ്പെടുത്താമല്ലോ. അങ്ങനെയാണ് അങ്ങേര് പെൻഷൻ ജോലിയിൽ പെൻഷൻ പറ്റിയപ്പോൾ ഇത് വെളിപ്പെടുത്തുന്നത്. ഭയങ്കരമായൊരു നിരാശയും ദുഃഖഭാരവും ഒക്കെ അങ്ങേർക്കുണ്ടായിരുന്നു. അങ്ങേര് അന്നും അങ്ങേർക്ക് എന്താണ് ഇത് വെടിവെക്കാൻ അങ്ങേർക്ക് താല്പര്യമില്ലായിരുന്നല്ലോ, നിർബന്ധിക്കുകയാണ് ചെയ്തത്. ഞാൻ വെടി വെക്കില്ല എന്ന് അങ്ങേര് ഷടിച്ചു. അന്നേരമാണ് പറയുന്നത്, നീയും ഇതിൽ എന്തായിത്തീരും, ഏറ്റുമുട്ടലായിട്ട് നിന്നെയും വകവരുത്തും. അപ്പോൾ ഒരു തോമസ്, 3 പോലീസുകാരെ ഇവിടെ ഉണ്ടായിരുന്നു. തോമസും ഒരു മുസ്ലിം ഉണ്ടായിരുന്നു, അവരുടെ പേര് മറന്നു പോകുന്നു ഇപ്പം. അങ്ങനെ ഈ അടുത്ത കഴിഞ്ഞുള്ളവറ്റ മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ മരിച്ചില്ലേ ആവും. അപ്പോൾ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ 2 പേരും പറഞ്ഞ് ഞങ്ങൾ ചെയ്യാമെന്ന്. രാമേന്ദ്രൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യൂല. നമുക്ക് ഇങ്ങനെ പിടിച്ചു, ജീവനോടെ പിടിച്ചപ്പോൾ നമ്മൾക്ക് അതിന് അവർ കോടതിയിൽ ഹാജരാക്കണം. സമയം വൈകിട്ട് 6:55. കണ്ണുമൂടിക്കെട്ടി കൈ പിറകിൽ കെട്ടിയ വർഗീസിനെ പോലീസുകാർ ചേർന്ന് ഒരു പാറയിടുക്കിൽ കൊണ്ടിരുത്തി. പറഞ്ഞതുപോലെ രാമചന്ദ്രൻ നായർ വർഗീസിന്റെ നെഞ്ചു നോക്കി തോക്കിന്റെ കാഞ്ചി വലിച്ചു. മാവോ ഐക്യം സിന്ദാബാദ്, ഇൻകിലാബ് സിന്ദാബാദ്. വെടിയുണ്ടയേക്കാൾ ശബ്ദത്തിലുള്ള മുദ്രാവാക്യത്തോടെ വർഗീസ് മരണത്തിലേക്ക് മറിഞ്ഞു വീണു. ഞങ്ങൾ പോയിരുന്നു, നമ്മൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോയല്ലോ. അപ്പോൾ ഏറ്റുവാങ്ങാൻ പോകുമ്പോൾ ഞങ്ങളിവിടെ വന്ന് ഒരു 10 മണി സമയത്താണ് ഞങ്ങൾ ഈ കവലയിലെ ആ കവലയിൽ ഞങ്ങൾ ഇങ്ങനെ പേപ്പർ വായിച്ചും ഭർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ വന്നിട്ട് ഇങ്ങനെ ഇന്ന ആളുടെ അത് എങ്ങനെ, അതിപ്പോൾ ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല അവർ എങ്ങനെയാണ് സംഭാഷണം തുടങ്ങിയെന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങളാരാണ് അവരുടെ വീട് എവിടെയാണ്, ഏതാണ് എന്നൊക്കെ പോലീസുകാരൻ വന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താ കാരണമെന്ന് ചോദിക്കുന്നത് അവിടെയുള്ളവർ. അപ്പോൾ അന്നേരം ഇങ്ങനെ ഒരു നക്സൽ ഭീകരൻ പറ്റിയാന്ന് പറഞ്ഞ് അവരങ്ങനെ സംബോധന ചെയ്തേ, ഇങ്ങനെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. അപ്പോൾ അത് അയാളാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കളെ കാണണം എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവർ മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ഇത് പറയുന്നത്, നിങ്ങൾ ആണ് ഇങ്ങനെ ആ നക്സൽ അവൻ ഭീകരനാണ്, അവനെ ഞങ്ങൾ
വകവരുത്തി എന്നാ പറയുന്നത്. ഉടനെ ഇപ്പോൾ അത് കാരണം നിങ്ങൾ അവനാണോ എന്ന് ഉറപ്പ് വരുത്തണം. അത് കാരണം നിങ്ങൾ വരണം. അപ്പോൾ അങ്ങനെ ഞാൻ വലിയേട്ടൻ എൻ്റെ മൂത്തയാണ്, ഞങ്ങൾ പോകുന്നു, മാനന്തവാടി എത്തുന്നു. അപ്പോൾ ഈ ജോസഫ് വൈദ്യർ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകൻ, അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത് ഇതൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പോൾ അവരെ കാണുന്നു. അവരടക്കമാണ് ഞങ്ങളിവിടെ പോകുന്നത്, തിരുനെല്ലി പോകുന്നത്. അവിടെ ചെന്ന് ശരീരം ഞങ്ങൾ കാണുന്നു. അപ്പോൾ അന്ന് കാണുന്ന കവിഴ്ന്ന് കിടക്കുന്ന ഇതിലാണ് ശവമുള്ളത്. അപ്പോൾ മുഖത്തൊക്കെ ഉറുമ്പുകൾ അരിച്ചിട്ടുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ തലേന്നല്ലേ ഈ സംഭവിക്കുന്നത്. 17-നാണിത്, അല്ല 18-നാണ് ഇത് പിന്നെ കൊല നടത്തുന്നത്. 19-നാണ് ഞങ്ങൾ എടുത്ത് വരുന്നത് 10 മണിക്ക്. കാരണം ഞങ്ങളവിടെ ചെല്ലുന്നു 11 മണി 12 മണിക്ക് തിരുനാൾ ഇവിടെ ചെല്ലുന്ന സംഭവം കാണുന്നു. പാറയാണ് ഒരു വർഗീസ്, അന്നിപ്പോൾ വർഗീസ് പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അന്നൊരു പാറയാണ് അവിടെ. ഒരു തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്നതിന് 1 കിലോമീറ്റർ ഇപ്പുറമായിട്ട് വലിയൊരു കുന്നുണ്ട്, ഉയർന്ന കുന്നാണ്. അത് ഒരു 1 കിലോമീറ്റർ പോകണം. വെറും പിന്നെ കാൽപാദം മാത്രം നടക്കുന്ന ഒരു ഇത്രയേ ഉള്ളൂ. അത് ഇവർ തന്നെ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങളുടെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു 10 പ്രാവശ്യം നടന്നിട്ടുണ്ടെന്ന വരിയിൽ നടപ്പാതെയായല്ലോ. 2 ഭാഗവും ചുവന്ന കാടല്ലേ, വനമല്ലേ. അങ്ങനെ ആ വനത്തിൽ കൊണ്ടുപോയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, കൃത്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പാറയിൽ നിന്ന് നോക്കിയാൽ ഇതുപോലെ നേരെ അക്കരെ വലിയൊരു കുന്ന്, 2 ഉയർന്ന പ്രത്യേക സ്റ്റേജിലുള്ള കുന്നാണ്. അപ്പോൾ ഏറ്റുമുട്ടലാണല്ലോ ഇത് ഇവർ തീർക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യുന്നു. അപ്പോൾ ഏറ്റുമുട്ടലാകുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ വെച്ചു. തിരുനെല്ലിയിലെ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഘോരവനത്തിൽ വർഗീസ് മരിച്ചു വീണ പാറ ഇപ്പോഴും വർഗീസ് പാറ എന്നറിയപ്പെടുന്നു. തീവ്ര കമ്മ്യൂണിസ്റ്റുകാർക്ക് അതെന്നും ഒരു തീർത്ഥാടന ഭൂമിയാണ്. ആദിവാസി യുവാക്കളിൽ ചിലരെങ്കിലും അതിപ്പോഴും പരിശുദ്ധമായി കാണുന്നു. എല്ലാ വർഗീസ് രക്തസാക്ഷി ദിനങ്ങളിലും ഇവിടെ ഒത്തുചേർന്ന് ചെങ്കൊടി ഉയർത്തുന്നവരുണ്ട്, വിപ്ലവ ഭേരികൾ മുഴക്കുന്നവരുണ്ട്. വർഗീസിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനാണ് എൻ്റെ തോക്കൻ റൈഫിളിൻ്റെ സ്ലിംഗ് അയച്ച് വർഗീസിൻ്റെ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടുന്നത്. ലക്ഷ്മണയുടെ നിർദ്ദേശപ്രകാരം മാനന്തവാടി SI മുഹമ്മദാണ് വർഗീസിൻ്റെ കണ്ണ് ഈ പ്രകാരം കെട്ടുന്നത്. വർഗീസിൻ്റെ കണ്ണും കൈയും കെട്ടിയതിന് ശേഷം SI മുഹമ്മദിൽ ഇപ്രകാരം കൊണ്ടിരുത്തിയത്. ചരിഞ്ഞ് വീഴാണ്. ചരിഞ്ഞ് വീഴുമ്പോൾ തന്നെ ഞാനത് പെട്ടെന്ന് വന്ന് കൈയുടെ കെട്ടഴിക്കുന്നു. ഒന്ന് പിടച്ച് കൈ ഇങ്ങനെ വെച്ച് വലിച്ചു കഴിയും. നല്ല കെട്ടൊഴിക്കുന്നു. വർഗീസ് വെടിയേറ്റോടുകൂടി മാവ് വയ്ക്കാൻ സിന്ദാബാദ് വിപ്ലവം ചെയ്യിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചു. എന്നിട്ടാണ് ആ വലുത് വെച്ചേക്കുന്നത്. മരിച്ചതിന് ശേഷം SI മുഹമ്മദ് എവിടുന്ന് കൊണ്ടുവന്ന നാടൻ തോക്ക് കൊണ്ടുവന്ന് വർഗീസിൻ്റെ കൈ പിടിച്ച് ഡെഡ് ബോഡി പിടിച്ചു. രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലോടെ വർഗീസ് കേസ് എറണാകുളം CBI കോടതി പുനർവിചാരണക്കെടുത്തു. വെളിപ്പെടുത്തൽ നടത്തിയ രാമചന്ദ്രൻ നായർ 1-ാം പ്രതി, അന്നത്തെ DYSP പിന്നീട് IG ആയി വിരമിച്ച K. ലക്ഷ്മണ 2-ാം പ്രതി, DIG വിജയൻ 3-ാം പ്രതി. രാമചന്ദ്രൻ നായർ വിചാരണ നടന്നുകൊണ്ടിരിക്കെ 2006 നവംബർ 17 അന്തരിച്ചു. 40 വർഷത്തിന് ശേഷം 2010 ഒക്ടോബർ 28 75-ാം വയസ്സിൽ ലക്ഷ്മണയ്ക്ക് കോടതി ജീവപര്യന്തം ശിക്ഷയും 10,000 രൂപ പിഴയും വിധിച്ചു. DGP വിജയനെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ നിഷ്ഠൂരതയെന്നും വധശിക്ഷ നൽകേണ്ടുന്ന ശിക്ഷ ജീവപര്യന്തമാക്കുന്നത് പ്രതിയുടെ പ്രായം കണക്കിലെടുത്താണെന്നുമായിരുന്നു കോടതി വിധി. രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. രാമചന്ദ്രൻ നായർ ലക്ഷ്മണയുടെ പദ്ധതി നടപ്പാക്കാനുള്ള കയ്യാൾ മാത്രമാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ ശരിക്കൊരു ക്രിമിനൽ പോലീസുകാരനായിരുന്നില്ലേ?
ശരിക്കും വർഗീസിന്റെ അസാമാന്യമായ ധീരതയ്ക്ക് മുമ്പിൽ നിങ്ങൾ തകർന്ന് തരിപ്പണമായാലും സത്യം അതല്ലേ? ഈ നാട്ടിലെ പോലീസുകാരെല്ലാം ഒരു കണക്കിലല്ല മറ്റൊരു കണക്ക് ക്രിമിനൽ തന്നെയാണ്. ആ മെൻറ്റാലിറ്റിയാണ്. ക്രിമിനൽ തന്നെയാണ് ഭരണകൂടത്തിൻ്റെ കാവലാളും. വർഗീസിൻ്റെ അവസാനത്തെ ആ നിമിഷം മരണത്തിനായിട്ട് കൊണ്ടിരുത്തി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടിരുത്തിയതിന് ശേഷമുള്ള ആ മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചു. കണ്ണ് കെട്ടിക്കുന്നെങ്കിലും തല ഉയർത്തി ആ ശ്രദ്ധ ഏതോ വരാൻ പോകുന്ന വലിയ ഒരു എന്തോ വലുത് ഒന്ന് വരാൻ പോകുന്നു, അതിനെ താങ്ങാനുള്ള, അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ആ മുഖത്ത്. അത് സാധാരണ ഒരു വിപ്ലവകാരിക്ക്, ഒരു മനുഷ്യനും, എത്രയോ പേർക്ക് നന്നായ ആ അവസാന നിമിഷം കിട്ടാത്ത ഒരു ഭാവമാണ്. തീർച്ചയായിട്ടും ആ ധീരൻ്റെ ആ ഭാവം എനിക്കൊരുപാട് കാരണം എൻ്റെ ട്രിഗർ പ്രസ് ചെയ്യാൻ തന്നെ എനിക്ക് അത് പ്രയാസമായിട്ട് തോന്നി. പക്ഷേ നിവൃത്തിയില്ലായിരുന്നു. അതിനുശേഷം ഈ വെടിയുണ്ട ഏറ്റതിന് ശേഷം, വെടിയുണ്ടയുടെ തീവ്രത എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2000-ൽ ശിഷ്ടം കൂടുതൽ 2400-ഓളം കിലോമീറ്റർ സ്പീഡിൽ ഒരു സെക്കൻഡിൽ പായുന്ന വെടിയുണ്ടാണ്. ഈ 4-5 ഇഞ്ച് കനമുള്ള ഈ ചങ്ക് തുളച്ചു പോയപ്പോഴും ആദ്യത്തെ ആ വാക്ക്, ആ മുദ്രാവാക്യം വിളിക്കാനുള്ള ആർജമുണ്ടായിരുന്നു. നിങ്ങളെ തകർത്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ആ പവർ അതെനിക്ക് ഒരുപാട് എന്തെങ്കിലും എൻ്റെ മനസ്സിൽ ക്രിമിനലിസം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ ചെയ്ത് മഹാപാതകമാണെന്ന്, വലിയൊരു നഷ്ടമാണെന്നുള്ള ബോധം. വർഗീസിനെ ജീവനോട് വെച്ചേക്കരുതെന്നത് ലക്ഷ്മണയുടെ വ്യക്തിപരമായ തീരുമാനമോ ആവശ്യമോ ആയി ബുദ്ധിയുള്ളവർ കരുതില്ല. വർഗീസ് ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടതെങ്കിൽ എതിർപക്ഷത്തുള്ള പോലീസുകാർക്ക് നേരിയൊരു മുറിവെങ്കിലും സംഭവിക്കേണ്ടതാണ്. പക്ഷെ അതുണ്ടായില്ല. ഇനി വർഗീസ് വെടിയേറ്റ് മറിഞ്ഞു വീഴുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് തെറിച്ചു പോകേണ്ടതാണ്. എന്നാൽ മൃതദേഹത്തിൻ്റെ കയ്യിൽ തോക്ക് ഒട്ടിച്ചു വെച്ചതുപോലെയാണ് കണ്ടത്. ഐക്യകേരളത്തിലെ ആദ്യത്തെ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകമായിരുന്നു വർഗീസ് വധം. അത് നടക്കുമ്പോൾ CPIM കേരളത്തിൽ പ്രതിപക്ഷ സ്ഥാനത്തായിരുന്നു. 1970 ഫെബ്രുവരി 18 നടന്ന കൊലപാതകത്തെക്കുറിച്ച് മാർച്ച് 2 നടന്ന സഭയിൽ EMSഉം KR ഗൗരിയമ്മയും AV കുഞ്ഞമ്പുവും പാർട്ടി വിട്ടു നിൽക്കുകയായിരുന്ന KPR ഗോപാലനും ഉന്നയിച്ചു. നക്സലൈറ്റുകൾ CPIM വിട്ടുപോയിട്ട് അധികകാലമായിട്ടുണ്ടായിരുന്നില്ല. പരസ്പര ശത്രുതയ്ക്കും കുറവുണ്ടായിരുന്നില്ല. അവർക്ക് കിട്ടേണ്ടത് കിട്ടട്ടെ എന്ന് കരുതിയ CPIM നേതാക്കളും ഉണ്ടായിരുന്നു. പക്ഷെ വർഗീസിന്റെ രക്തസാക്ഷിത്വത്തിലെ ഭരണവികൂഢ ഭീകരതയ്ക്കെതിരെ പ്രതിപക്ഷത്തുള്ളവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. സാത്വികനും സർവാദരണീയനുമായി ഇന്ന് വാഴ്ത്തപ്പെടുന്ന മുഖ്യമന്ത്രി C അച്യുതമേനോൻ വർഗീസ് വധത്തിലും മൗനിയായിരുന്നു. പിൽക്കാലത്ത് അടിയന്തരാവസ്ഥക്കാലത്തെന്ന പോലെ അക്ഷന്തവ്യമായ മൗനം. ആഭ്യന്തരമന്ത്രി CH മുഹമ്മദ് കോയയാണ് പോലീസിനെ ന്യായീകരിച്ചു കൊണ്ടിരുന്നത്. അതിനായുധമാക്കിയത് ചാരു മഞ്ചുംദാറിന്റെ പത്രം ലിബറേഷനിൽ വന്ന വാർത്ത. അത് ഉയർത്തിപ്പിടിച്ച് മുഹമ്മദ് കോയ ചോദിച്ചു, അവരുടെ പത്രം തന്നെ പറയുന്നു ഏറ്റുമുട്ടലാണെന്ന്. പിന്നെ നിങ്ങൾക്കെന്താണ് പ്രശ്നം? CH മുഹമ്മദ് കോയാണ് ആഭ്യന്തരമന്ത്രി. അപ്പം അയാളാണ് ഇതിൻ്റെ മുഴുവൻ ദൂതൻ. വർഗീസിനെ കൊല്ലാനും കൊല്ലിക്കാനും. കാരണം ഒരു മുസ്ലിമിനെയാണ് വർഗീസ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്, ചേക്കു. അപ്പം വ്യക്തിവൈരാഗ്യമാണ് ഈ CHന് ഉണ്ടായത്. വ്യക്തിവൈരാഗ്യമാണ് സമുദായത്തിൽ. അങ്ങനെ എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ വധിക്കുക എന്ന് പറഞ്ഞാൽ അവനെ പിന്നെ അങ്ങനെ തന്നെ മന്ത്രിസഭ ഇവർക്ക് ഈ ലക്ഷ്മണയ്ക്ക് ഉത്തരവ് കൊടുത്തത് അതാണ്. നിങ്ങൾ ജീവനോടെ പിടിച്ചാൽ എന്ത് ചെയ്യേണ്ട, അവനെ വെച്ചേക്കുകയോ വേണ്ട, അവനെ കൊന്നു കളയുക, അത് ഏറ്റുമുട്ടലാക്കി വരുത്തി തീർക്കുക. അങ്ങനെ CH ആണ് ഇതിൻ്റെ സൂത്രധാരൻ. അപ്പോൾ EMS പറഞ്ഞു, അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പിടിച്ച കക്ഷിയെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഈ രാമേന്ദ്രൻ പറഞ്ഞേക്കാൾ കൂടുതൽ EMS പറഞ്ഞു. പക്ഷേ ഇയാൾ സമ്മതിച്ചില്ല, CH. അപ്പോൾ ഉടനെ തന്നെ ഉത്തരവ് കൊടുത്തു ലക്ഷ്മണയ്ക്ക്. അങ്ങനെ പോലീസ്. അപ്പോൾ അന്ന് ലക്ഷ്മണ CI DSP ഇല്ല DSP എങ്ങാണ്ട
ലക്ഷ്മണ. അപ്പോൾ അങ്ങനെ ലക്ഷ്മണൻ്റെ കൂടിയാണ് വർഗീസിനെ വെടിവെച്ചു. അരീക്കാട്ട് വീട്ടിൽ നിന്ന് വർഗീസ് അതിസാഹസികമായ വിപ്ലവ ജീവിതത്തിലേക്ക് മലകയറിപ്പോയെങ്കിലും നാടും വീടും അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും മറന്നിരുന്നില്ല. സുഖവിവരങ്ങൾ തേടി അരീക്കാട് വീട്ടിലേക്ക് വർഗീസിന്റെ കത്തുകൾ എത്തുമായിരുന്നു. എർണസ്റ്റോ ചെഗുവേര ബൊളീവിയൻ കാടുകളിൽ നിന്ന് സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ചതുപോലെ കാവ്യാത്മകമൊന്നുമായിരുന്നില്ല ആ കത്തുകളെങ്കിലും അതിലെ വരികളിൽ നല്ലൊരു നാളെ പിറക്കാൻ പോകുന്നതിൻ്റെ സ്വപ്നങ്ങൾ തുടിച്ചു നിന്നിരുന്നു. അതിലൊരു കത്ത് ഇങ്ങനെ വായിക്കാം. അപ്പനും അമ്മയ്ക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എന്നോട് വലിയ ദേഷ്യവും മറ്റും ഉണ്ടാകും അല്ലേ? എനിക്കറിയാം ഉണ്ടാകുമെന്ന്. ഇത്രയധികം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തിട്ട് യാതൊരു ഉപകാരവുമില്ലാതെ നശിച്ചു പോയല്ലോ എന്ന് ചിന്തിച്ച് വേദനിക്കുന്നുണ്ടാകും. ശരിയാണ്, നമ്മൾക്കൊരുവിധം ജീവിക്കാൻ ദൈവം സഹായിച്ചിട്ടോ നമ്മൾ തന്നെ പണിയെടുത്തിട്ടോ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുപോലുമില്ലാത്ത എത്രയോ പേർ പട്ടിണി കിടന്ന് മരിക്കുന്നു. അവരെപ്പറ്റി ഒന്നോർത്തു നോക്കൂ. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും സുഖമായ ജീവിതം സാരമില്ല, അതുപോട്ടെ. മറ്റാരുടെയും അടിമയായി ജീവിക്കരുത്. സത്യമായി ന്യായത്തിന് മാത്രം തലകുനിച്ച് ജീവിക്കുക. തന്നിൽ താണവൻ്റെ ശബ്ദവും കേൾക്കുക. അങ്ങനെ വരുമ്പോൾ കഷ്ടപ്പാടുണ്ടാകും, അത് സാരമില്ല. എന്നെ അങ്ങനെ വിടൂ. ഒരു നാൾ നല്ലത് കേൾക്കാം. വീട്ടിൽ പൂർണ്ണ സമാധാനവും യോജിപ്പും വരുമ്പോൾ എനിക്കൊരു കത്തയക്കുക. അപ്പോൾ വരാം. സ്നേഹപൂർവ്വം വർക്കിച്ച. ആ കത്തുകളൊക്കെ എഴുതിയെങ്കിലും പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. ഞാനത് സൂക്ഷിച്ച് വെച്ചുമില്ല. പിന്നീട് അത് ഓരോരുത്തർ വന്ന് ചോദിച്ചു, അത് കൊടുത്തു, തിരിച്ച് തന്നില്ല. കത്തുകളിൽ ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ പോലെ. പക്ഷേ അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഇതൊന്നുമല്ല, വീട്ടിലേക്ക് എഴുതുന്ന കത്തുകളാണ്. ഞങ്ങൾക്ക്, എൻ്റെ അപ്പനും ഞങ്ങൾക്ക് എഴുതുന്ന കത്തുകളാണ്. അപ്പോൾ കുടുംബത്തിൽ വേണ്ടുന്ന പോരായ്മകൾ പറ്റിയും അതിൻ്റെ അപ്പനും പിള്ളേരെ ഞങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതും എനിക്ക് അവിടെ വീട്ടിൽ വന്നിട്ട് ഉള്ള എല്ലാവരെയും ഒരേപോലെ കൊണ്ടുനടക്കാനും അതിനൊന്നും കഴിയാതെ വരിക. പിന്നെ അയൽവാസികളുമായിട്ടുള്ള യോജിപ്പ് കുറവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു യോജിപ്പിലോട് കൂടിയിട്ട് എന്ത് വേണം, നമുക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ വരിക 3 പ്രാവശ്യമാണ് വരിക. ഒന്ന് ക്രിസ്മസിന്, ഒന്ന് ഈസ്റ്ററിന്, പിന്നെ മറ്റുള്ള എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ വരും. അങ്ങനെ 3 പ്രാവശ്യമേ വരുള്ളൂ. അതൊരാഴ്ച ഇവിടെ തങ്ങും. അപ്പോൾ ഈ തങ്ങുന്ന അവസരത്തിൽ എല്ലാ വീടുകളും, ഈ പരിസരത്തുള്ള എല്ലാ വീടുകളും പോകും. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. വർഗീസിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഉത്സവം തന്നെയാണ്. കാരണം അങ്ങനെ എല്ലാവരുമായിട്ട് ഒരേ രൂപത്തിൽ ഒരേ രീതിയിൽ ഒരു പോകുന്നൊരു ഇതായിരുന്നു, പ്രകൃതമായിരുന്നു വർഗീസ്. തീ പിടിപ്പിക്കാൻ ഉപയോഗിച്ച കമ്പ് കത്തിത്തീർന്നാലും തീ ആളിപ്പടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയാറുള്ളത് പോലെ സഖാവ് വർഗീസിനെ വെടിവെച്ചു കൊന്നിട്ടും ആദ്യത്തെ 7 മാസം കേരളത്തിൽ വെടിവെച്ചുകൾ നിലച്ചില്ല. കേരളം അങ്ങോളം ഇങ്ങോളം ജന്മിത്വ ഉന്മൂലനങ്ങൾ നടന്നു. ചൂഷകരായ ജന്മിമാരും കൊള്ളപ്പലിശക്കാരും കിടുകിടാ വിറച്ചു. കണ്ണൂർ ചെറുകുന്നിലെ താവത്തും പാലക്കാട്ടെ കോങ്ങാടും ഇടുക്കിയിലെ വെള്ളത്തൂവയിലും കൊല്ലം നഗരൂരും കുമ്മിളിലും കിളിമാനൂരുമായി നക്സലൈറ്റ് ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടു. സർക്കാരും പോലീസും നക്സലൈറ്റുകൾ അടിച്ചമർത്താൻ സർവായുധവും പുറത്തെടുത്തെങ്കിലും തലവെട്ട് രാഷ്ട്രീയത്തിലേക്കുള്ള യുവാക്കളുടെ ഒഴുക്ക് നിലച്ചില്ല. പലരും നക്സലിസ്റ്റ് ആയതുപോലും നക്സലുകൾക്കെതിരായ ഭരണകൂട ഭീകരതയ്ക്കെതിരായ പ്രതിഷേധമെന്ന നിലയിലായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നക്സൽ നേതാവായിരുന്ന കെ വേണു പോലും വർഗീസിന്റെ കൊലപാതകം വരെയും നക്സലായിരുന്നില്ല. വർഗീസിന്റെ കൊലപാതകത്തിലെ ഭീകരതയാണ് തന്നെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് ചേരാൻ പ്രേരിപ്പിച്ചതെന്ന് വേണു ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ വരെ വർഗീസിന്റെ മരണത്തെക്കുറിച്ച് സമൂഹം പല കഥകളും കെട്ടിയുണ്ടാക്കിയിരുന്നു. വർഗീസിനെ പോലീസ് ചൂടുവെള്ളത്തിലിട്ട് തൊലിയുരിച്ചെന്നും കണ്ണുകൾ ചൂഴ്ന്നെടുത്തുവെന്നുമെല്ലാം വാർത്തകളുണ്ടായിരുന്നു. 70കളുടെ ഒടുവിൽ കടമനിട്ട് എഴുതിയ കുറത്തി എന്ന കവിത ആ വാർത്തകളുടെ തീ തുപ്പുന്ന കാവ്യഭാഷ്യമായിരുന്നു.
നാടെങ്ങും ക്യാമ്പസുകളിലും തെരുവ് കൂട്ടങ്ങളിലും കൊടുങ്കാറ്റായി ചെന്ന് കടമ്പനിട്ട കുറത്ത് ചെല്ലുമ്പോൾ പലരുടെയും മനസ്സിൽ അടിയോരുടെ പെരുമൻ വർഗീസായിരുന്നു. കടമ്പനിട്ട ചൊല്ലി, നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നോ, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂന്നെടുക്കുന്നോ, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നോ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. തിരുനെല്ലിക്കാടുകളിൽ ഒരു കാട്ടുമൃഗത്തെ നിഷ്കരണം വെടിവെച്ചിട്ടതുപോലെ പാറയിടുക്കുകളിൽ വീണുകിടപ്പായിരുന്നു വർഗീസിന്റെ മൃതദേഹം. കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടിരുന്നു. ശരീരമാസകലം മുറിവേറ്റുറുമ്പരിച്ച നിലയിൽ അതീവ ദാരുണമായി ആ മൃതദേഹം കണ്ടവർ ആ ക്രൂരതയെക്കുറിച്ച് പല ഭാവനകളും നെയ്തുകൂട്ടി. ഒരു കൊള്ളത്തലവനോ കൊടും ഭീകരനോ കൊല്ലപ്പെടും പോലെയാണ് ചില പത്രങ്ങളെങ്കിലും വാർത്ത നൽകിയത്. രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലോടെ വർഗീസ് വേറൊരു വീരപുരുഷനാവുകയായിരുന്നു. സംസ്കാരം പള്ളിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി പള്ളിയായിട്ടവിടെ ബന്ധപ്പെട്ടു. അപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു പള്ളിയിൽ അങ്ങനെ നടക്കാൻ കഴിയില്ല, അതിൽ ക്രൂരനാണ്, വഞ്ചകനാണ്, ചതിയനാണ് എന്ന് വേണ്ട ഇല്ലാത്ത ഭാഷണങ്ങളൊന്നുമില്ല അങ്ങനെ പറ്റി പറയുന്നത്. അത് കാരണം പള്ളിയിൽ നടക്കാൻ കഴിയില്ല. പിന്നെ വേണോ, അതിന് നമുക്കൊരു കാര്യം, തെമ്മാടി കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞങ്ങൾ സഭ വിശ്വാസിയല്ലാത്ത ആത്മഹത്യ മുതൽ ഇങ്ങനെയുള്ള ഇത് ചെയ്തു വരുന്നവർക്ക് അടക്കം ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്, ഒരു മൂലയ്ക്ക്. ഈ സെമിസ്റ്റേരി എന്നാണ് പറയുക. ആ സെമിസ്റ്റേരി അങ്ങ് താഴെ മൂലയ്ക്ക് ഒരു സ്ഥലമുണ്ടാവും, അവിടെ അടക്കം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തെമ്മാടി കുഴി എന്നാണ് പറയുക. അങ്ങനെ അപ്പോൾ തെമ്മാടി കുഴിയിൽ അടക്കം ചെയ്യണമെന്ന് ചോദിച്ചു. അത് വേണ്ട. അപ്പോൾ അപ്പം പറഞ്ഞു അത് വേണ്ട, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാണാവുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഞാൻ നേടിയത്. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് എൻ്റെ മണ്ണിൽ തന്നെ അവനെ അടക്കം ചെയ്യണം. അപ്പോൾ അത് ശവം വിട്ട് തരൂല എന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്നല്ല, മാനന്തവാടി എന്ന് പറഞ്ഞു. ശവം നിങ്ങൾക്ക് സർക്കാർ പറഞ്ഞു, സർക്കാരാണ് തീരുമാനിച്ചത്. ശവം വിട്ടുകൊടുക്കണ്ട, ആരും അറിയാതെ കൊണ്ട് ശവം എന്ത് ചെയ്യുക, മറവ് ചെയ്യാം. ഇല്ലെങ്കിലിപ്പോൾ പിന്നെ CPI ML പ്രവർത്തകരുണ്ടല്ലോ, അവർ ഇതിനെപ്പറ്റി അത് ഒച്ചപ്പാടുണ്ടാക്കും, ബഹളമുണ്ടാക്കും. അത് കാരണം അത് മാന്തി എടുക്കേണ്ടി വരും, പിന്നെ അത് വലിയ ഇതാകും. അപ്പോൾ അതിന് നമ്മളറിയാതെ കൊണ്ട് ശവം കൊണ്ടുപോയി മറവ് ചെയ്യാം തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വർഗീസിനെ ആദ്യം ഇവിടെ വെള്ളം കൊണ്ട് 84 പഠിപ്പിച്ചിരുന്ന ഒരു AKK മാഷുണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇതവിടെ മാനന്തവാടി കോടതിയിൽ ഒരു നാരായണ വക്കീലുണ്ട്. അദ്ദേഹവും മാനന്തവാടി ആയിരുന്ന കാലത്ത് ഈ വർഗീസുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പോൾ അങ്ങേരും കൂടെ കൂടിയിട്ട് എന്ത് പറഞ്ഞു, അത് വേണ്ട, നമ്മൾക്ക് എങ്ങനെയും ശവം നമുക്ക് നമ്മുടെ കസ്റ്റഡിയിലേക്ക് വാങ്ങണം. അതിനുള്ള അവർ രണ്ടുപേരും കൂടി അയാൾ തയ്യാറെടുപ്പായി. അങ്ങനെ ജയിലിൽ നിന്ന് മാനന്തവാടി ആശുപത്രിയിൽ നിന്ന്, ആശുപത്രി മോർച്ചറിയിലുള്ള ശവം. വെള്ളമുണ്ട പഞ്ചായത്തിലെ അരീക്കാട്ടി വീട്ടുപറമ്പിൽ തന്നെയാണ് വർഗീസിനെ സംസ്കരിച്ചത്. മൃതദേഹം അടക്കിയെടുത്ത് 3 മാസത്തിൽ കൂടുതൽ പോലീസ് ബന്ദോബസ്ത് ഉണ്ടായിരുന്നു. വർഗീസ് ക്രിസ്തുവിനെ പോലെ 3-ാം ദിവസം അല്ലെങ്കിൽ 3-ാം മാസമെങ്കിലും ഉയർത്തെഴുന്നേൽക്കാമെന്ന് പോലീസ് കരുതിയിരിക്കണം. കേരളത്തിലെ നക്സൽ രാഷ്ട്രീയത്തിൻ്റെ പതന ചരിത്രത്തെക്കുറിച്ച് ഇനി നമുക്കായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് പറയാനില്ല. അതൊരു അനിവാര്യമായ പതനം തന്നെയാണ്. CPIM എന്ന പാർട്ടി പിളർന്ന് CPI ML ആയവർ 80കളിൽ തന്നെ 30-ലധികം സംഘടനകളായി ചിഹ്നിച്ചിതറിയിരുന്നു. നക്സലിസ്റ്റുകളുടേത് വെറും ആക്രമണത്തിൻ്റെ ഭാഷയാണെന്ന് ഭരണകൂടത്തിന് വേഗം ജനങ്ങളെ വിശ്വസിപ്പിക്കാനായി. അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ മര്യാദകളോ അവകാശങ്ങളോ അവരോട് വേണ്ടെന്നും എല്ലാവരും കരുതി. അതൊരു ആഭ്യന്തര യുദ്ധമായി തന്നെ കണ്ടു. പതിറ്റാണ്ടുകൾക്കിപ്പുറം പ്രബുദ്ധ കേരളത്തിൽ പോലും പല ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളും ചോദ്യങ്ങളില്ലാതെ സ്വീകരിക്കപ്പെടുന്നതും നാം കണ്ടു. എന്നാൽ നക്സലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അവർ ഉന്നയിച്ചതെല്ലാം രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഭരണകൂടം അത് പരിഹരിക്കാൻ പരാജയപ്പെട്ടെടുത്താണ് ജനങ്ങൾ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ കുറ്റം ഭരണകൂടത്തിൻ്റെതല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.
സായുധമാർഗത്തിലൂടെ വിപ്ലവവും ആഹ്വാനം ചെയ്ത ആളുകൾ പിന്നീട് ആഗോള വലതുപക്ഷത്തിന്റെ ഗൂഢമായ ഏജൻസി പണിയെടുക്കുന്നതാണ് പിന്നീട് നാം കണ്ടത്. അവരിൽ പലരും ഹൈന്ദവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിടിയിലാകുന്നതും നമ്മൾ അറിഞ്ഞു. നക്സലിസത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ അത് കാരണമായി. മധ്യേന്ത്യയിൽ ഇന്ന് മാവോയിസ്റ്റുകൾ ഉയർത്തുന്ന ആദിവാസി പ്രശ്നങ്ങളൊന്നും ആദിവാസികൾക്ക് വേണ്ടിയേ അല്ലെന്ന് നമുക്കിന്ന് അറിയാം. ഭരണകൂടത്തിന് നേട്ടമുണ്ടാക്കുന്ന വൻകിട കുത്തകളെ സഹായിക്കുന്ന കങ്കാണിപ്പണിയാണ് പലതും. എവിടെയെങ്കിലും ഒരു ആദിവാസി പ്രശ്നം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മാവോയിസ്റ്റുകളെ കൊണ്ടിറക്കി ഏതു ഭരണകൂടത്തിനും പ്രശ്നങ്ങളെ അടിച്ചമർത്താവുന്നതേ ഉള്ളൂ. മാവോയിസ്റ്റുകളുടെയും ഭരണകൂടത്തിൻ്റെയും ചൂഷണത്തിൽ നിന്നാണ് മധ്യപൂർവേന്ത്യയിലെ ആദിവാസികൾക്ക് ഇന്ന് മോചനം വേണ്ടത്. അവിടെയാണ് 70കളെ വിമോചനത്തിൻ്റെ ചുവന്ന ദശകമാക്കിയ വർഗീസിൻ്റെ പോരാട്ട ജീവിതത്തിൻ്റെ പ്രസക്തി. ഇന്നത്തെ മാവോയിസ്റ്റുകളെ പോലെ ആദിവാസികളെ ഒരു പരിചയാക്കുകയായിരുന്നില്ല വർഗീസ് ചെയ്തിരുന്നത്. അവരിൽ ഒരാളാവുകയായിരുന്നു, അവരായി തന്നെ മാറുകയായിരുന്നു. അങ്ങനെ ഒരു ജന്മം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ചരിത്രത്തിന് ഇനിയൊരു തിരിച്ചൊഴുക്കുമില്ല. നക്സലുകൾക്കായി കേരളത്തിൽ ഒരു സ്ഥലവും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുമില്ല. കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതികളെല്ലാം അടിമുടി മാറി. ഒരു സാഹസിക സമരത്തിനും രാഷ്ട്രീയമായി ഇവിടെ സാധ്യതയേയില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് പദാവലികളെല്ലാം ജനങ്ങൾക്ക് കോമഡിയായി കഴിഞ്ഞു. അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും സുഖ സൗകര്യങ്ങളുടെയും പങ്കുകച്ചവടത്തിൻ്റെയും രാഷ്ട്രീയത്തിന് ഏതു കൊടി പിടിച്ചാലും തടസ്സമില്ല. അവിടെ വർഗീസ് എന്ന ഓർമ്മ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുരാകൗതുകം മാത്രമാണ്. ദിനോസറുകളുടെ കാലം ഉണ്ടായിരുന്നു എന്ന് പറയും പോലെ ഇവിടെ വർഗീസിൻ്റെയും ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയാമെന്ന് മാത്രം. വർഗീസ് ഒരു രാഷ്ട്രീയ യുഗമായിരുന്നു. മലയാളിക്ക് ഇന്ന് വെറുതെ പോലും ആലോചിക്കാനാവാത്ത രാഷ്ട്രീയ ധീരതയുടെ പര്യായമാണ് ആ നാമധേയം. സാധാരണ കമ്മ്യൂണിസ്റ്റ് സൂക്തങ്ങളിൽ പറയുന്ന തരത്തിൽ വർഗീസിന് ശേഷം 1000 വർഗീസുമാർ ഉണ്ടായില്ല, ഉണ്ടാവുകയുമില്ല. അതുതന്നെയാണ് വർഗീസിൻ്റെ വ്യതിരിക്തതയും മഹത്വവും. ആ രാഷ്ട്രീയ മാർഗം ശരിയല്ലെങ്കിലും നിസ്വാർത്ഥമായ ജീവിതമാർഗം കാലങ്ങളെ പ്രചോദിപ്പിക്കുന്നതാണ്. ഒരു ചോദ്യം കൂടെ, ഈ വർഗീസ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ ചേട്ടൻ? അങ്ങനെ ഒരു സാങ്കല്പിക ചോദ്യമാണ്. പക്ഷെ അങ്ങനെ അല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെന്ന നിലയിൽ ഇന്ന് അദ്ദേഹം എവിടെയോ ഏതെല്ലാം സ്റ്റേജിൽ എവിടെയോ എത്തിച്ചേരേണ്ട ഒരു വ്യക്തിയാണ്. പാർട്ടിപരമായിട്ടും ഇന്നത്തെ നേതാക്കന്മാരുടെ മുൻപന്തിയിൽ നിൽക്കേണ്ട വ്യക്തിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടവും, പാർട്ടിക്കിഷ്ടം, നാടിനിഷ്ടം ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ദുഃഖമാണോ ഇയാൾ നക്സലിസത്തിലേക്ക് മാറിയതും ഒക്കെ? എങ്ങനെയാണ് കുടുംബത്തിലേക്ക് ആ കാലത്ത് അത് ഞങ്ങൾക്ക് വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന അവസരമാണ്. പിന്നീട് എന്താണ്, പിന്നീട് ഞങ്ങൾ ഇതൊക്കെ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തി ആണ്. ആ വ്യക്തി ഒരു വ്യക്തിത്വത്തോട് കൂടിയിട്ടുള്ള ജീവിതം നയിച്ചു എന്നും ധീരനാണെന്നുള്ളത് പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെക്കാൾ കൂടുതൽ ദേശക്കാർ. അതപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അഭിമാനം തന്നെ ഉണ്ടായി. പരാജയപ്പെട്ടൊരു വിപ്ലവ മാതൃകയും അതിലേറെ പരാജയപ്പെട്ടൊരു വിപ്ലവകാരിയുമായിരുന്നു സഖാവ് വർഗീസ്, സംശയമില്ല. അപ്പോഴും അതേ പരാജയത്തിൻ്റെ മഹിമ കൊണ്ട് തന്നെ അയാൾ കാലങ്ങളോളം പാടി പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ സുന്ദരമായ വൈരുദ്ധ്യവും. അതുകൊണ്ട് ചരിത്രത്തിൽ വിജയത്തേക്കാൾ തിളക്കമുള്ള പരാജയത്തിൻ്റെ പേരാകുന്നു സഖാവ് വർഗീസ്. ശുഭയാത്ര.